ഹായ് ഓൾ. നിങ്ങൾക്ക് എല്ലാവർക്കും കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഒന്ന് ചാറ്റിൽ ഒന്ന് ഇടാമോ? കേൾക്കുന്നതിന് വിഷയവും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ? ഹലോ. ഓക്കെ. അപ്പം എല്ലാവർക്കും ഒരാൾ കമന്റ് ഇട്ടിട്ടുണ്ട്. സോ ഇപ്പൊ എല്ലാവർക്കും കേൾക്കാൻ പറ്റുമെന്ന് വിചാരിക്കുകയാണ്. സോ ഞാൻ നിങ്ങളുടെ ഇംഗ്ലീഷ് ടീച്ചറാണ്. സോ നമ്മൾ ഇന്ന് എടുക്കുന്ന ചാപ്റ്റർ മൈ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ് എന്ന് പറഞ്ഞ ഒരു ചാപ്റ്റർ ആണ്. സോ നിങ്ങൾ ഈ ഒരു കമല സുരയാണ് ഈ ഒരു വർക്ക് എഴുതിയിരിക്കുന്നത് മൈ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ് എന്ന് പറഞ്ഞ്. നിങ്ങൾ എന്താണ് കമലാദാസ് എന്ന് നമ്മൾ എന്താണ് പറയാറുണ്ട്. സോ കമലദാസിനെ പറ്റിയിട്ട് നിങ്ങൾ എന്തൊക്കെ കേട്ടിട്ടുണ്ട് അല്ലെങ്കിൽ എന്തൊക്കെ അറിയാം? ആർക്കെങ്കിലും എന്തെങ്കിലും അറിയോ? ഓക്കെ, ഞാൻ തന്നെ പറയാം. സോ കമല സുരയ്യ, കമലദാസ്, മാധവിക്കുട്ടി അങ്ങനെ പല പേരിലാണ് ആരെ അറിയപ്പെടുന്നത്? സോ ഈ ഒരു റൈറ്ററിനെ അറിയപ്പെടുന്നത്. So, Kamala Surya, popularly known by her on-time pen name Madhavikutty and the married name is Kamala Das, was an Indian poet. ഇവരെന്താണ് ഒരു ഇന്ത്യൻ പോയറ്റ് ആണ് in English as well as author in Malayalam from Kerala, India. Okay, ഇവർ നമ്മളെ കേരളത്തിൽ നിന്നുള്ള ഒരു പോയറ്റ് ആണ് ആരെന്ന് പറയുന്നത് ഈ കമലാ ദാസ് എന്ന് പറയുന്നത്. So her fame in Kerala primarily stems from her short stories and autobiography My Story. ഈ മൈ സ്റ്റോറി കുറിച്ചിട്ട് കേൾക്കാത്ത ആരും കാണില്ല. ഇവരുടെ ഒരു ഓട്ടോബയോഗ്രഫിക്കൽ വർക്കാണ് മൈ സ്റ്റോറി എന്ന് പറയുന്നത്. Whereas her body of work in English penned under pseudonym Kamala Das is renowned for its firm and candid autobiography. She was also a widely read columnist and wrote on diverse topics include women issues, child care, politics, etc. സോ ഇവരുടെ വർക്കിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ എപ്പോഴും ഇവര് എഴുതുന്ന വർക്കുകൾ വിമന്റെ ഇഷ്യൂസ് അല്ലെങ്കിൽ ചൈൽഡ് കെയർ പോളിറ്റിക്സ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വർക്കുകളായിരുന്നു ഇവര് എഴുതുന്നത്. ആൻഡ് ഹെർ ലിബറൽ ട്രീറ്റ്മെന്റ് ഓഫ് ഫീമെയിൽ സെക്ഷുവാലിറ്റി മേക്ക് ഹെർ ആൻ ഐക്കണോക്ലാസ് ഇൻ പോപ്പുലർ കൾച്ചർ ഓഫ് ഹെർ ജനറേഷൻ. സോ ആ ഒരു ലിബറൽ ഫീമെയിൽ സെക്ഷുവാലിറ്റിയുടെ ഒരു എന്ന് വെച്ചാൽ അന്നത്തെ കാലത്ത് ഇങ്ങനത്തെ വർക്കുകളൊക്കെ എഴുതുന്നത് കുറച്ച് ടാബു ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു. സോ അതുകൊണ്ട് തന്നെ ആ ഒരു ടൈമിൽ ഫീമെയിൽ സെക്ഷുവാലിറ്റിയെ കുറിച്ചൊക്കെ എഴുതിയോണ്ട് തന്നെ ആ ഒരു ജനറേഷനിൽ ഇവരെന്ന് വെച്ചെന്താണ് ഭയങ്കര ഫേമസ് ആയിരുന്നു. ഓക്കെ, സോ 2009ലാണ് ഇവര് ജനിക്കുന്നത്. സോറി, ഇവര് മരിക്കുന്നത് 2009ലാണ്. സോറി കേട്ടോ. സോ ഇവരുടെ നോട്ടബിൾ വർക്ക്സ് എന്ന് പറയുന്നത് ആർക്കെങ്കിലും അറിയാവോ? നേരത്തെ പറഞ്ഞ മൈ സ്റ്റോറി ഇവരുടെ ഒരു ഫേമസ് വർക്കാന്ന് നമുക്ക് നോക്കാം. ക്ലാസ് തുടങ്ങിയിട്ട് കുറച്ച് നേരം ആയതേ ഉള്ളൂ. ഞാൻ കമലാ സുരയെ പറ്റിയിട്ട് പറഞ്ഞുകൊണ്ടിരുന്നതാണ് കേട്ടോ. സോ മൈ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ് എന്ന് പറഞ്ഞ വർക്ക് എഴുതിയിരിക്കുന്ന കമലാ സുരയാണ്. സോ കമലാ സുരയെ പറ്റിയിട്ട് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആയിരുന്നു കൊടുത്തിരുന്നത്. ഓക്കെ, സോ ഇവരുടെ വർക്ക് എന്ന് വെച്ചാൽ എന്റെ കഥ എന്ന് വെച്ചാൽ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ മൈ സ്റ്റോറി എന്ന് പറയുന്നത്. പിന്നെ ബാല്യകാല സ്മരണകൾ, നീർമാതളം പൂത്ത കാലം, പിന്നെ സമ്മർ ഇൻ കൽക്കട്ട, ദ ഡെസിഡൻസ്, ഇതൊക്കെയായിരുന്നു ഇവരുടെ നോട്ടബിൾ വർക്ക്സ് എന്ന് പറയുന്നത്. പിന്നെ ഒരുപാട് വർക്ക്സ്, ഒരുപാട് അവാർഡ്സും കാര്യങ്ങളൊക്കെ ഇവർക്ക് എന്താണ് കിട്ടിയിട്ടുണ്ട്. എഴുത്തച്ഛൻ പുരസ്കാരവും വയലാർ അവാർഡും സാഹിത്യ അക്കാദമി അവാർഡും ആശാൻ വേൾഡ് പ്രൈസ് ആൻഡ് ഏഷ്യൻ പോയട്രി പ്രൈസ്, കെന്റ് അവാർഡ് പോലുള്ള ഒരുപാട് വർക്കുകൾ എന്താണ് ഇവര് സ്വന്താക്കിയിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ടെക്സ്റ്റ് കാണാൻ പറ്റുന്നില്ല? ഹലോ, എല്ലാവർക്കും അങ്ങനെ തന്നെയാണോ? ഓക്കെ ഓക്കെ, പകുതിയേ ഉള്ളൂ എന്ന് വെച്ചാൽ അത് ഞാൻ കുറച്ചും കൂടെ ഇതാക്കിയിട്ട് ഇത് ചെയ്യാം. സോ ജസ്റ്റ് ഞാനിപ്പോ കമലാ സുരയെ പറ്റി മാത്രമല്ല ഇൻട്രൊഡക്ഷൻ ചെയ്തു. ക്ലാസ് ടെക്സ്റ്റ് നല്ല രീതിയിൽ അല്ലാണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ, അത് നോക്കിയാൽ മതി. കേൾക്കാനൊക്കെ പറ്റുന്നില്ലേ? കുഴപ്പമില്ലല്ലോ. നമ്മൾ വർക്കിലോട്ട് പോവാൻ പോവാണേ. ഓക്കെ, ഇപ്പൊ എല്ലാവർക്കും കാണാൻ പറ്റുന്നില്ലേ? സോ ഇതാണ് നമ്മുടെ നിങ്ങൾ പഠിക്കാൻ പോണ ഫസ്റ്റ് ചാപ്റ്റർ. സോറി,
സിക്സ് ചാപ്റ്റർ എന്ന് പറഞ്ഞത് മൈ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ്. ഓക്കെ, നമുക്ക് എല്ലാവർക്കും എന്താണ് നമ്മുടെ ഗ്രാൻഡ് മദറിനോട് ഒരു പ്രത്യേക സ്പെഷ്യൽ അഫെക്ഷൻ ഉള്ളവരായിരിക്കും കൂടുതൽ പേരും. എനിക്കുമുണ്ട് അങ്ങനെ ഒരു അഫിനിറ്റി. എന്ന് വെച്ചാൽ നമ്മുടെ പേരൻസിനെയും കാട്ടിയും കുറച്ച് കൂടുതൽ അഫിനിറ്റി എന്താണ് നമ്മുടെ പേരൻസിൻ ഗ്രാൻഡ് മദേഴ്സിനോടായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ ഉള്ളത്. സോ അങ്ങനെ ഒരുപാട് മെമ്മറീസ് എന്താണ് നമുക്കും പറയാനായിട്ട് കാണും. നോക്ക്, വാട്ട് ആർ ദ തിങ്സ് യുവർ ഗ്രാൻഡ് മദർ ഡിഡ് ഫോർ യു വെൻ യു വെയർ എ ചൈൽഡ്. നമ്മൾ കുട്ടിയായിരിക്കുന്ന സമയത്ത് എന്താണ് നമ്മുടെ ഗ്രാൻഡ് മദർ നമുക്ക് എന്തൊക്കെ ചെയ്തു തന്നിട്ടുണ്ട്. വാട്ട് മെമ്മറീസ് ഡു യു ഹാവ് ഓഫ് ദ ടൈം യു സ്പെൻഡ് വിത്ത്. നമുക്ക് എന്തൊക്കെ മെമ്മറീസ് ആണുള്ളത് അവരുമായിട്ട് സ്പെൻഡ് ചെയ്തിരുന്ന സമയത്ത്, അല്ലെ? ഒരുപാട് മെമ്മറീസ് നമുക്ക് എന്താണ് പറയാൻ കാരണം. ഇപ്പോഴത്തെ കുട്ടികളാണെങ്കിലും എന്താണ് പണ്ടത്തെ ആൾക്കാരാണെങ്കിലും നോക്കുകയാണെങ്കിൽ ഈ അമ്മാമ്മമാരുടെ കാര്യം പറയുമ്പോൾ അല്ലെങ്കിൽ ഗ്രാൻഡ് മദറിന്റെ കാര്യം പറയുമ്പോഴത്തേക്ക് എന്താണ് നമുക്കൊരു പ്രത്യേക ഒരു ലവ് ആൻഡ് അഫെക്ഷൻ തന്നെ ആയിരിക്കും അവരോട് തോന്നുന്നത്. ഓക്കെ, എനിക്കും അങ്ങനെ തന്നെയാണ്. സോ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമ്മുടെ കമലാദാസ് ഗ്രാൻഡ് മദറിന്റെ ഹൗസിൽ ഒരു കുറെ നാള് പോയി നിന്നിട്ടുണ്ടായിരുന്നു. സോ ആ സമയത്ത് അവരുടെ ആ ഒരു എക്സ്പീരിയൻസ് ആണ് സോ ത്രൂ ദിസ് പോം അവർ നമുക്ക് പറഞ്ഞു തരുന്നത്. മൈ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ്. നമുക്ക് ചാപ്റ്റർ തുടങ്ങിയാലോ? ഓക്കെ, എല്ലാരും ഓക്കെ അല്ലേ? നിങ്ങൾ ടെക്സ്റ്റ് കാണുന്നില്ലെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഹെഡിങ് നല്ല രീതിയിൽ കാണുന്നില്ലേ? അത് താഴോട്ട് വരുമ്പോഴത്തേക്ക് കാണാം, ഒന്ന് വെയിറ്റ് ചെയ്യട്ടോ. അല്ലാണ്ട് കുഴപ്പമില്ലല്ലോ? അല്ലാണ്ട് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റുന്നില്ലേ? ഓക്കെ, സോ അപ്പൊ നമുക്ക് നമ്മുടെ ചാപ്റ്ററിലോട്ട് പോവാം. So now let's read the poem My Grandmother House. And the poet remember her grandmother memories. Okay, അവര് poet remember ചെയ്യുന്നതാണ്. The poet remembers her grandmother and wishes that she were alive to love her, to make her feel wanted. And here is the poem. എന്താണ് ഇവിടെ poet ഓർക്കുന്നത് ഗ്രാൻഡ് മദറിനെ പറ്റിയിട്ടാണ്. എന്ന് വെച്ചാൽ അവര് തമ്മിൽ ഒരുമിച്ച് താമസിച്ചിരുന്ന സമയത്ത് ഗ്രാൻഡ് മദറിന്റെ ആ ഒരു സ്നേഹവും കാര്യങ്ങളും എന്താണ് തനിക്ക് വേണ്ടതെല്ലാം എന്താണ് ഗ്രാൻഡ് മദർ ഉണ്ടാക്കി തരികയും കാര്യങ്ങളും ഒക്കെ ചെയ്യായിരുന്നു. അപ്പോ ആ ഒരു ടൈമിലെ ഓരോ കാര്യങ്ങൾ നമ്മൾ ആരോർക്കാണ്? കമലാ സുരയ്യ ഓർക്കാണ് ഇവിടെ. ഓക്കെ, ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ടോ? ഇപ്പൊ ഓക്കെ അല്ലേ? ഓക്കെ, നമുക്ക് നമ്മുടെ പോയിമിലേക്ക് പോവാം. സോ ഞാൻ ഫസ്റ്റ് ഈ ഒരു പോം ഒന്ന് ഫുള്ള് റീഡ് ചെയ്യാം. അത് കഴിഞ്ഞതിന് ശേഷം എന്താണ് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞു കമലാദാസ് എന്താണ് അവരുടെ വീട്ടിൽ പോയി നിന്ന സമയത്ത് ഉള്ള ആ ഒരു സ്റ്റോറിയാണ് അല്ലെങ്കിൽ അവരുടെ ഒരു മെമ്മറീസ് ആണ് ഇതിലൂടെ നമുക്ക് ഷെയർ ചെയ്യുന്നത്. There is a house now far away where once I received love that woman died. ആ ഒരു സെന്റൻസിലൂടെ തന്നെ നമുക്ക് മനസ്സിലാവും എന്താണ് ഇപ്പൊ അവരുടെ ആ ഒരു ഗ്രാൻഡ് മദർ എന്താണ് ജീവിച്ചിരിപ്പില്ല. The house withdrew into the silence. Snakes moved among books. I was then too young to read, and my blood turned cold like the moon. How often I think of going there to peer through blind eyes of windows or just listen to the frozen air. Or in the wild despair, pick an armful of darkness to bring it here to lie behind my bedroom door like a brooding dog. You cannot believe, darling, can you, that I lived in such a house and was proud and loved it. I who I who have lost my way and beg now on strangers' doors to receive love at least in a small change. ഓക്കെ, ഇതാണ് നമ്മുടെ പോയം എന്ന് പറയുന്നത്. സോ ഇതിനകത്ത് ആദ്യം തന്നെ പറയുന്നത് നോക്കി, ഇതിനകത്ത് ആക്ച്വലി പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ ഗ്രാൻഡ് മദറിന്റെ ഹൗസിൽ എന്താണ് കുറെ നാൾക്ക് ശേഷം ആര് വരികയാണ്? നമ്മുടെ കമലദാസ് കുട്ടിയായിരുന്ന സമയത്തായിരുന്നു ഗ്രാൻഡ് മദറിന്റെ വീട്ടിൽ താമസിച്ചിരുന്നത്. അവിടുത്തെ ആ ഒരു നല്ല നല്ല എക്സ്പീരിയൻസ് ഒക്കെ അവർക്ക് ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പൊ എന്താണ് ഗ്രാൻഡ് മദർ മരിച്ചു കഴിഞ്ഞ് കുറെ നാൾക്ക് ശേഷം നമ്മുടെ കമലാസുര എവിടെ വരികയാണ്? ഗ്രാൻഡ് മദറിന്റെ വീട്ടിലേക്ക് വരികയാണ്. സോ അതാണ് നമ്മുടെ ഈ ഒരു പോയമിന്റെ ആ ഒരു സന്ദർഭം അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്. നോക്ക്, സോ ഇൻ ദിസ് പോം ദ പോയറ്റ് ടെൽ us about her childhood day in her grandmother's home which is far away from where she is differently living and love she received from grandmother house. അപ്പം ഇപ്പൊ എന്താണ് ആ ഗ്രാൻഡ് മദറിന്റെ വീട്ടിൽ കുറെ നാള് കഴിഞ്ഞതിന് ശേഷം വന്നപ്പോ അവര് ഓർക്കുകയാണ് അന്നത്തെ ആ ഒരു മെമ്മറീസും കാര്യങ്ങളും ഒക്കെ.
ഓക്കെ. എന്താണ് കമലാദാസ് എന്ന ആ ഒരു പോയറ്റ് സന്തോഷകരമായി ആസ്വദിച്ചിരുന്ന തന്റെ ആ ഒരു കുട്ടിക്കാലത്തെക്കുറിച്ചും തന്റെ മുത്തശ്ശിയെക്കുറിച്ചും അന്ന് താമസിക്കുന്ന വീടിനെ കുറിച്ചൊക്കെ ഓർക്കുകയാണ്. തന്റെ കുട്ടിക്കാലം ഇപ്പോഴത്തെ ആ ഒരു ചുറ്റുപാടുമായി ഒരുപാട് എന്താണ് വ്യത്യാസം ഉണ്ടെന്നാണ് ആ ഒരു കമലാദാസ് എന്താണ് ഈ ഒരു വർക്കിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. സോ എന്ന് വെച്ചാല് അവരുടെ ആ ഒരു കുട്ടിക്കാലം നോക്കുവാണെങ്കിൽ ഭയങ്കര നല്ല ഓർമ്മകളായിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് തനിക്ക് ലഭിച്ചിരുന്ന സന്തോഷങ്ങളുടെയും ഈ കവിതയുടെ എന്താണ് കവയിത്രി പറയുകയാണ്. തന്റെ മുത്തശ്ശിയുടെ മരണത്തിന് ശേഷം അതാണ് പറഞ്ഞത് ദാറ്റ് വുമൺ ഡൈഡ് എന്താണ് അവിടെ ആ മുത്തശ്ശി മരിച്ചു കഴിഞ്ഞു. ആ ഒരു മുത്തശ്ശിയുടെ മരണത്തിന് ശേഷം എന്ത് ചെയ്യാണ് താൻ ഒരിക്കലും തന്റെ ആ ഒരു എന്താണ് ആ ഒരു കുടുംബത്തിൽ ചെലവഴിച്ചിരുന്ന തന്റെ മുത്തശ്ശിയുടെ വീടിന്റെ ഇപ്പോഴത്തെ അവസ്ഥ കവിയത്രി ഓർക്കുകയാണ്. സോ എന്താണ് ആ ഒരു അമ്മൂമ്മ മരിച്ചതിന് ശേഷം എന്താണ് പിന്നെ കുറെ നാളായിട്ട് അങ്ങോട്ട് വന്നിട്ട് സോ എന്നിട്ട് വലുതായി പഠിച്ചു വലിയ ആളായി അതിനുശേഷം എന്താണ് കുറെ നാൾക്ക് ശേഷം ആര് വരികയാണ് മുത്തശ്ശിയുടെ വീട്ടിലേക്ക് വരികയാണ്. സോ അവിടുത്തെ അവസ്ഥ കണ്ടപ്പോൾ അവർക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നിയാണ് ആ ഒരു വീടിന്റെ അവസ്ഥ. കാരണം ഇപ്പൊ എന്താണ് അവിടെ തൂക്കാനോ തുടയ്ക്കാനോ ഒന്നും ആരുമില്ല. വീട് എന്താണ് ഒരുമാതിരി ഒരു പ്രേതാലയം പോലായി. അപ്പം ആ ഒരു വീടിന്റെ ഇത് കണ്ടപ്പോഴത്തേക്ക് പഴയ പഴയ മെമ്മറീസ് വരുമ്പോൾ സന്തോഷവും തോന്നുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം എന്താണ് അവിടുത്തെ ആ ഒരു അവസ്ഥ കാണുമ്പോഴത്തേക്ക് എന്താണ് അവർക്ക് സങ്കടവും തോന്നുന്നുണ്ട്. ഓക്കെ. മുത്തശ്ശിയുടെ മരണത്തിന് ശേഷം എന്താ പറയുന്നത് ആ വീട് ഭയങ്കര നിശബ്ദമായെന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ കുറെ പാമ്പും അല്ലാണ്ടുള്ള കുറെ ജീവികളും ഒക്കെ എന്താണ് ആ വീട്ടിലുണ്ട്. അപ്പൊ ഇവിടെ കവിയത്രി പറയുന്നത് വെച്ചാൽ ആ പാമ്പും ജീവികളും ഒക്കെ നമ്മുടെ കമലാദാസ് ആ ഒരു വീട് കണ്ടപ്പോൾ എന്താണ് തന്റെ പഴയ മെമ്മറീസിലൂടെ കരയുന്ന കണ്ടിട്ട് അവരും കൂടെ കരയും എന്നാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ പറയുന്നത്. ഓക്കെ. അത് കണക്ക് തന്നെ കമലദാസ് പറയുന്നുണ്ട് മുത്തശ്ശി എന്താണ് ഒരുപാട് കഥകൾ പറഞ്ഞു തരൂന്നും അത് കണക്ക് തന്നെ എന്താണ് എന്ന് വെച്ചാൽ അന്നത്തെ കാലത്ത് നമ്മുടെ കമലദാസ് കുഞ്ഞുകുട്ടിയാണ്. കുഞ്ഞുകുട്ടിയായിരുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത് എവിടേക്ക് പോണത് ഇപ്പോഴും ആർക്കും കാണുന്നില്ല. ഓക്കെ. ഞാൻ ആ ഒരു പോയമിന്റെ അർത്ഥം മാത്രമാണ് പറയുന്നത്. ഓക്കെ. നിങ്ങൾ ജസ്റ്റ് ഈ ഒരു ഇത് മാത്രം ഇപ്പൊ നോക്കിയാൽ മതി. സോ ഇവിടെ പിന്നെ പറയുന്നതെന്ന് വെച്ചാല് എന്താണ് മുത്തശ്ശി ഒരുപാട് കഥകള് പറഞ്ഞു തരുമെന്ന് പറയുന്നുണ്ട്. അത് കണക്ക് തന്നെ എന്താണ് അന്ന് കൊച്ചു കുട്ടിയായതുകൊണ്ട് തന്നെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല വായിക്കാനൊന്നും അറിയാത്തത് കൊണ്ട് തന്നെ മുത്തശ്ശിയാണ് എന്ത് ചെയ്യുന്നത് പറഞ്ഞു തരുന്നത് പറഞ്ഞു കൊടുത്തിരുന്നത്. ഓക്കെ. എന്നാൽ മുത്തശ്ശിയുടെ മരണത്തിന് ശേഷം പുസ്തകങ്ങളിൽ സമയം ചെലവഴിക്കുമ്പോൾ തനിക്ക് എന്താണ് ഒരു ദുഃഖം അനുഭവപ്പെടുന്നു. ഒറ്റയ്ക്കായതുപോലെ തോന്നുമെന്നാണ് ആര് പറയുന്നത് നമ്മുടെ കമലാദാസ് പറയുന്നത്. സോ അത് കണക്ക് തന്നെ പിന്നെ പറയുന്നത് ആ വീട്ടിൽ പോകുമ്പോൾ എന്താണ് ആ ഒരു ജനാലയിലേക്ക് നോക്കുമ്പോൾ അതിന്റെ ചുറ്റുപാടുള്ള സൗന്ദര്യവും എന്താണ് ആസ്വദിക്കാൻ താൻ ഒരിക്കൽ കൂടി ആഗ്രഹിക്കുന്നുവെന്നും അവര് പറയുന്നുണ്ട്. എന്നാൽ അവിടെ ശബ്ദമില്ലാത്ത ഇരുട്ടാണെന്നും ആ ഓർമ്മകൾ എന്നും എന്റെ ജീവിതത്തോടൊപ്പം ഉണ്ടാവുമെന്നും ആര് പറയുന്നു കവിയത്രി പറയുന്നു. എന്നാൽ ആ ഒരു കാര്യങ്ങൾ അല്ലെങ്കിൽ പണ്ടത്തെ ആ ഒരു കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോൾ അഭിമാനവും സ്നേഹവും നൽകുന്ന ആ ഓർമ്മകൾ മക്കൾക്ക് എന്താണ് അവിശ്വസനീയമാണെന്ന് തോന്നുന്നെന്നാണ് കവിയത്രി ഇവിടെ പറയുന്നത്. ആ മുത്തശ്ശിയുടെ മരണത്തിന് ശേഷം താൻ വളരെയധികം ദുഃഖിതയാണെന്നും അത് കണക്ക് തന്നെ എന്താണ് അന്യരുടെ വീടുകൾ കയറുന്ന ഭിക്ഷാടകനെ പോലെ സ്നേഹത്തിനായി കേഴുകയാണ്. വെച്ചാൽ അമ്മൂമ്മ മരിച്ചതിന് ശേഷം എന്താണ് പഴയ പോലെ സ്നേഹമൊന്നും കിട്ടുന്നില്ല. അപ്പൊ ഈ സ്ട്രേഞ്ചേഴ്സിന്റെ അടുത്ത് ചെല്ലുമ്പോഴത്തേക്ക് എന്താണ് എനിക്ക് കുറച്ച് സ്നേഹം തരൂ എന്ന് പറഞ്ഞ എന്താണ് ആം, കേഴുകയാണ് നമ്മുടെ ആ ഒരു പോയറ്റസ് എന്ന് പറയുന്നത്. സോ അതാണ് എന്തിനകത്ത് പറയുന്നത് ഈ ഒരു പോയമിനകത്ത് പറയുന്നത്. സോ നമുക്ക് ഇനി ലൈൻ ബൈ ലൈൻ നോക്കാം. ദർ ഈസ് എ ഹൗസ് നൗ ഫാർ അവേ വെയർ വൺസ് ഐ റിസീവ്ഡ് ലവ് ദാറ്റ് വുമൺ ഡൈഡ്. എന്താണ് പണ്ട് എനിക്കൊരു വീടുണ്ടായിരുന്നു ദൂരെ. അപ്പൊ അവിടെ നിന്ന് എന്താണ് എനിക്ക് ഒരുപാട് ഒരു സ്നേഹം തരുന്ന ഒരു സ്ത്രീ അവിടെ ഉണ്ടായിരുന്നു. ആ സ്ത്രീ ആരാണ്? ദാറ്റ്സ് ഹർ ഗ്രാൻഡ് മദർ. അവരുടെ ഗ്രാൻഡ് മദർ ആണത്. The house withdrew into silence and Snake moved among books. I was then too young to read and my blood turned cold like the moon. And how often I think of going there to peer through blind eyes of windows or just listen to the frozen air. ഇവിടെ എന്താ പറയുന്നത് ആ വീട്ടിലോട്ട് ചെന്നപ്പോൾ എന്ത് ചെയ്യാണ് അവര് പറയുന്നതെന്ന് വെച്ചാല് ആ വീട്ടിലെ ഇപ്പൊ അമ്മാമ ഇല്ലാത്തതുകൊണ്ട് തന്നെ എന്താണ് അങ്ങോട്ടേക്ക് ചെല്ലുമ്പോൾ ഒരു ശൂന്യത അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പൊ കുറെ നാളായി അടച്ചിട്ട വീടാണ്. സോ അതുകൊണ്ട് തന്നെ എന്താണ് ഒരുപാട് ഇഴജന്തുക്കളും കാര്യങ്ങളും ഒക്കെ അവിടെ ഉണ്ട്. അപ്പം അവരെന്ത് ചെയ്യാണ് ഇത് കണക്ക് ഇഴയും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ പോയറ്റിന് തോന്നുന്നത് തന്റെ സങ്കടത്തിൽ അവരും എന്താണ് കൂടിച്ചേരുന്നു എന്നാണ് തോന്നുന്നത്. പിന്നെ എന്താണ് അവരുടെ ബുക്സിനും കാര്യങ്ങളും അടുത്തേക്കൊക്കെ പോണുണ്ട്. ബുക്കുകളൊക്കെ കാണുമ്പോഴത്തേക്ക് എന്താണ് പഴയ പഴയ കാര്യങ്ങളാണ് ഓർക്കുന്നത്. ബിക്കോസ് പണ്ടൊക്കെ എന്താണ് ഈ അമ്മുമ്മ ബുക്കില് ഓരോ കാര്യങ്ങളൊക്കെ നമുക്കും അറിയാല്ലേ നമ്മുടെ അമ്മാമ്മമാര് എന്താണ് കുഞ്ഞിലെ നമുക്ക് കുറച്ച് കഥകളൊക്കെ പറഞ്ഞു തരത്തില്ലേ. ചിലപ്പോൾ കള്ളക്കഥയൊക്കെ ആയിരിക്കാം. എന്നിരുന്നാൽ പോലും അവരുടെ നിന്ന് കേൾക്കുന്ന കഥയ്ക്ക് എന്താണ് നമുക്കൊരു പ്രത്യേക ഒരു
ഒരു രസം തന്നെയാണ്. നമ്മളത് മറക്കില്ല. ഓക്കെ. അപ്പം പല പല കഥകൾ പറഞ്ഞു കൊടുക്കായിരുന്നു. പിന്നെ അന്ന് കുട്ടിയായതുകൊണ്ട് തന്നെ കമലദാസന് എന്താണ് വായിക്കാനൊന്നും അറിയത്തില്ല. അപ്പം വായിച്ചു കൊടുത്ത് അങ്ങനെയൊക്കെയായിരുന്നു എന്ത് ചെയ്യുന്നത്, അമ്മാമ്മ വളർത്തിയിരുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. പിന്നെ എന്താണ്, വിൻഡോയിൽ കൂടി, അതാണ് ടു പിയർ ത്രൂ ബ്ലൈൻഡ് ഐസ് ഓഫ് വിൻഡോസ് ഓഫ് ജസ്റ്റ് ലിസൺ ടു ദ ഫ്രോസൺ എയർ. പിന്നെ എന്താണ്, ജനാല തുറന്നിട്ട് അതിന്റെ അടുത്തേക്ക് നോക്കുമ്പോ എന്താണ്, അവിടുത്തെ ആ ഒരു നാട്ടിലെ അല്ലെങ്കിൽ ആ ഒരു വീട്ടിലെ ആ ഒരു സുന്ദരമായിട്ടുള്ള ആ ഒരു പീസ്ഫുൾ ലൈഫ് ആർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്, നമ്മുടെ കമലാദാസിന് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. Behind my bedroom door, like a brooding dog, and you cannot believe, darling, can you, that I lived in such a house, was proud and loved, I who have lost. എന്താണ്, ഇന്ന് ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ എന്താണ്, ഒരുപാട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൗഡ് ആവുന്നുണ്ട്. ബിക്കോസ് എന്താണ്, ഇതുപോലുള്ള ഒരു വീട്ടില് ഒരുപാട് സ്നേഹത്തോടെ ഞാൻ കഴിഞ്ഞത് കൊണ്ട് തന്നെ ഞാൻ ഒരുപാട് എന്താണ് അതിൽ അഭിമാനിക്കുന്നുണ്ട്. ബട്ട് ഐ ഹു ഹാവ് ലോസ്റ്റ് മൈ വേ ദ ബെഗ് നൗ സ്ട്രേഞ്ചേഴ്സ് ഡോ ടു റിസീവ് ലോസ്റ്റ് അറ്റ് ലീസ്റ്റ് ഇൻ സ്മാൾ ചേഞ്ച്. ഇനി ഇവിടെ പറയുന്നത് എന്താണ്, അതേ കണക്ക് ഇപ്പൊ എന്താണ്, അവര് എഴുതാനായിട്ട് ഇരിക്കുന്ന സമയത്ത്, ഇപ്പൊ കമലാദാസ് വലിയ റൈറ്റർ ആയി പഠിച്ചിട്ട് ഇപ്പൊ എന്താണ്, അവർക്ക് തനി അന്നത്തെ കണക്കല്ല, കൊച്ചുകുട്ടിയല്ല, വളർന്നു, തനിയെ എഴുതാനും വായിക്കാനും ഒക്കെ എന്താണ് അവര് വളർന്നു. സോ ഇപ്പം എഴുതാനായിട്ട് ഇരിക്കുമ്പോഴെന്താണ് ഒരു ശൂന്യത തോന്നുകയാണ് അവർക്ക്. കാരണം അവരെ സപ്പോർട്ട് ചെയ്യുന്ന ആരില്ല, അവരുടെ ഗ്രാൻഡ് മദർ അവരുടെ കൂടെ ഇല്ല. അതുകൊണ്ട് തന്നെ ഒരു ശൂന്യത തോന്നുകയാണ്. സോ അത് മാത്രമല്ല, അവരെന്താ പറയുന്നത്, ഐ ഹു ഹാവ് ലോസ് മൈ വേ ആൻഡ് ബെഗ് നൗ അറ്റ് സ്ട്രേഞ്ചേഴ്സ് ഡോർ. നോക്കുക, സ്ട്രേഞ്ചേഴ്സിന്റെ അപരിചിതരായിട്ടുള്ള ആൾക്കാരോട് പോയി ചോദിക്കുകയാണ്, എന്താണ്, എന്നെ നിങ്ങൾ സ്നേഹിക്കോ എന്നുള്ളത്, എനിക്ക് കുറച്ച് സ്നേഹം കിട്ടിയാൽ മതി. കാരണം ഇതിലൂടെ നമുക്ക് എന്ത് മനസ്സിലാവും, കമലാദാസിന്റെ അച്ഛനെയും അമ്മയും കാട്ടിയും ഒക്കെ ഒരുപാട് സ്നേഹിച്ചിരുന്ന വ്യക്തി, അല്ലെങ്കിൽ കമലാദാസിന് ഒരുപാട് അഫിനിറ്റി ഉണ്ടായിരുന്ന വ്യക്തി ആരായിരുന്നു, ഗ്രാൻഡ് മദർ ആയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാവും. ഡോർ ടു റിസീവ് ലവ് അറ്റ് ലെസ്റ്റീൻ സ്മാൾ ചേഞ്ച്. എന്താണ്, എന്റെ ലൈഫിൽ കുറച്ചെങ്കിലും ഒരു ചേഞ്ച് ഉണ്ടാവാൻ എന്താണ്, ഇനി സ്ട്രേഞ്ചേഴ്സിനെ മാത്രമേ പറ്റൂ, അവരുടെയെങ്കിലും ഒരു സ്നേഹം എന്താണ് എനിക്ക് കിട്ടിയാൽ മതി എന്നാണ് ആര് പറയുന്നത്, നമ്മുടെ കമലാദാസ് നമുക്ക് പറഞ്ഞു തരുന്നത്. സോ ദിസ് ഈസ് ദ പോം. ഞാൻ വേണമെങ്കിൽ ഇംഗ്ലീഷിലും കൂടെ ഒന്ന് സമ്മറി ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. സോ ഇൻ ദിസ് പോം ദ പോയറ്റ് ടെൽ us about her childhood day in her grandmother's home, which is far away from where she is currently living, and the love she received from her grandmother's house. ആഫ്റ്റർ ഹർ ഗ്രാൻഡ് മദേഴ്സ് ഡൈഡ്, എന്താണ്, അമ്മാമ്മ മരിച്ചുപോയി. വിത്ത് നോബഡി ലിവിങ് ദെയർ, അവിടെ ആരും താമസിക്കുന്നില്ല. വിത്ത് നോബഡി ടോക്കിംഗ്, വിത്ത് നോബഡി ടു ടേക്ക് കെയർ, ദ ഹൗസ് ബിക്കേം സൈലന്റ്, ഇറ്റ് ബിക്കേം ഡെസേർട്ടഡ്, ആൻഡ് സ്നേക് സ്റ്റാർട്ടഡ് മൂവിങ് അറൌണ്ട്. എന്താണ്, നമുക്കറിയാം എന്താണ് ഈ കുറെ നാളൊക്കെ പൂട്ടിയിട്ടിരുന്ന വീട് എങ്ങനെ ആയിരിക്കും. സോ അതുപോലാണ് കമലാദാസിന്റെ അമ്മാമ്മയുടെ വീട് ഇപ്പോൾ ഉള്ളത്. ഹർ ഗ്രാൻഡ് മദർ യൂസ് ടു റീഡ് ഔട്ട് സ്റ്റോറീസ് ടു ഹർ. ഷീ വാസ് ടു യങ് ടു റീഡ് ബൈ ഹെർസെൽഫ്. ആഫ്റ്റർ ഹർ ഗ്രാനീസ് ഡെത്ത്, ഇറ്റ് വാസ് ദ സാഡ് ടൈം ടു സ്പെൻഡ് എമംഗ് ദ ബുക്ക് ആൻഡ് ഷീ ഫെൽ ലോൺലി. എന്താണ്, അമ്മാമ്മ മരിച്ചതിന് ശേഷം ബുക്കുമായിട്ട് ഇരിക്കുമ്പോൾ എന്താണ് അവർക്ക് എപ്പോഴും ഒരു ഒറ്റപ്പെടുന്ന ഫീൽ എന്താണ് തോന്നുമായിരുന്നു. ഷീ ഓഫൻ തിങ്സ് അബൌട്ട് വിസിറ്റിംഗ് ദ ഹൗസ്, ലുക്കിംഗ് ത്രൂ ദ വിൻഡോ, ലിസണിംഗ് ടു ദ വോയിസ് അറൌണ്ട്, ആൻഡ് ബ്രിങ്ങിങ് സംതിങ് ബാക്ക് ഹോം. But there is just darkness inside with no voice except all memories, which will always remain with the same poet. The poetess in the state of a loss. She feels lonely without her grandmother. She could love in abundance, but now she seeks in small quantity. എന്താണ്, അപ്പം എല്ലാ നല്ലതായിട്ടുള്ള മെമ്മറീസും ആരുടെ നിന്ന് പോയി, നമ്മുടെ കമലാദാസിന്റെ പോയി. സോ ഇപ്പം അവർക്ക് വേണ്ടത് എന്താണ്, കുറച്ച് സ്നേഹം മാത്രമാണ്. അതിന് വേണ്ടിയിട്ട് അവരെന്താണ്, സ്ട്രേഞ്ചേഴ്സിന്റെ അടുത്ത് പോയി ചോദിക്കുകയാണ്, എനിക്ക് കുറച്ച് സ്നേഹം തരുമോ എന്നുള്ള രീതിയിൽ സ്ട്രേഞ്ചേഴ്സിനെ എന്താണ് അവരുടെ അടുത്ത് പോയിട്ട് സീക്ക് ചെയ്യുന്ന ആ ഒരു അവസ്ഥയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കാണുന്നത്. സോ ദാറ്റ് ഈസ് എ പോം ഇൻ മൈ ഗ്രാൻഡ് മദർ ഹൗസ്. ഓക്കെ, പോയം എന്താണ് അല്ലെങ്കിൽ മെയിൻ കണ്ടന്റ് എന്താന്ന് മനസ്സിലായോ? ഹലോ, സോ എനിവൺ പ്ലീസ് റിപ്ലൈ. എല്ലാവർക്കും മനസ്സിലായോ? ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ എങ്കിൽ ചാറ്റിൽ ഇടാം കേട്ടോ. ഇപ്പം ഒന്നുമില്ല, നമുക്ക് നമ്മുടെ ഗ്രാൻഡ് മദറുമായിട്ട് കമ്പയിൻ ചെയ്ത് നമുക്ക് എന്താണ് ഒരു പഠിക്കാൻ പറ്റുന്ന ഒരു പോം തന്നെയാണ്. കാരണം നമുക്കും എന്താണ് ഗ്രാൻഡ് മദർ ഉള്ളതാണ്. സോ നമുക്ക് ഏറ്റവും കൂടുതൽ അഫെക്ഷൻ അവരോടായിരിക്കും. സോ അവരുടെ നമ്മൾ പക്ഷെ നമ്മൾ കുഞ്ഞിലെ ആയിരിക്കും ഏറ്റവും കൂടുതൽ അമ്മാമ്മമാരോട് എന്താണ് ഏറ്റവും കൂടുതൽ അഫെക്ഷൻ ഉണ്ടായിരിക്കാം. പക്ഷേ സോ ആഫ്റ്റർ ദാറ്റ് നമ്മൾ കുറച്ചെന്താണ് വളർന്നു വരുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, അവരെ നമ്മളങ്ങ് മറക്കും. അതാണ് നമ്മൾ സാധാരണ കാണാനുള്ളത് അല്ലെ. പിന്നെ നമ്മൾ അവര് വെറൊരു സ്ട്രേഞ്ചർ മാത്രമാവും. ഓക്കെ, പിന്നെ അവരുടെ ആ ഒരു മരണത്തിന് ശേഷമായിരിക്കും നമ്മൾ അറിയുന്നത് അവര് നമുക്ക് എന്തൊക്കെ മാത്രം
ചെയ്ത് തന്നിട്ടുണ്ട് കാര്യങ്ങളൊക്കെ നമ്മൾ അറിയാനായിട്ട് പോണത്. സോ അതുകൊണ്ട് തന്നെ എന്താണ് ഈ ഒരു നമ്മുടെ റിയൽ ലൈഫുമായിട്ട് നമുക്ക് എന്താണ് ഒന്ന് കണക്ട് ചെയ്താൽ പോലും നമുക്ക് കുറച്ചും കൂടി എന്താണ് ആഹ് നല്ല ഇതായിട്ട് അല്ലെങ്കിൽ നല്ല രീതിയിൽ നമുക്കത് പഠിക്കാനായിട്ട് പറ്റും. ഓക്കെ. സോ ഇനി നമുക്കതിന്റെ ആക്ടിവിറ്റീസ് ജസ്റ്റ് നോക്കിയാലോ? എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കാണേ. ക്ലാസ് കഴിഞ്ഞോന്നോ? എന്ത് പറ്റി? നിങ്ങക്ക് മെസ്സേജ് ഒന്നും ഇട്ടില്ലേ? 9:30 തോന്നല്ലേ തുടങ്ങിയേ? നമ്മൾ കമലാദാസിന്റെ ഒരു പോമാണ് കേട്ടോ പഠിച്ചത്. സോ ഇതിലെന്ന് വെച്ചാൽ ഗ്രാൻഡ് മദറിനെ ഉള്ള ഒരു അഫെക്ഷൻ വിത്ത് കമലാദാസ് ആണ് ഇതിൽ പറയുന്നത്. കുറെ നാളുകൾക്ക് ശേഷം എന്താണ് കമലാദാസ് അവരെ വീട്ടിലേക്ക് വരികയാണ്. സോ ആ ഒരു ടൈമിൽ എന്താണ് വീടെല്ലാം ഇങ്ങനെ പുക പിടിച്ച് കാര്യങ്ങളൊക്കെ ഇരിക്കുകയാണ്. കുറെ ആനിമൽസും കാര്യങ്ങളൊക്കെ വീട്ടിലുണ്ട്. അപ്പം എന്താണ് അവിടെ വരുമ്പോഴത്തേക്ക് കമലദാസിന് വിഷമം വരികയാണ്. കാരണം എന്ന് വെച്ചാൽ എന്താണ് അമ്മാമ്മയൊക്കെ മരിച്ചുപോയി. കുറെ നാൾ കഴിഞ്ഞിട്ട് വരുന്നത്. അപ്പൊ അമ്മാമ്മയുടെ ആ ഒരു മെമ്മറീസിലൂടെയൊക്കെ ആര് കടന്നു പോവാണ്? നമ്മുടെ കമലാദാസ് പോവാണ്. സോ ആഫ്റ്റർ ദാറ്റ് എന്താ വന്നതെന്ന് ചോദിച്ചാല് ഈ ഒരു വിൻഡോ തുറന്നിട്ട് നമ്മുടെ കമലാദാസ് എന്താണ് നോക്കുവാണ്. ഇത് കണക്ക് എന്താ അവരുടെ ആ ഒരു പഴയ ഒരു പീസ്ഫുൾ ലൈഫ് അവർക്ക് കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പം പണ്ടത്തെ ആ ഒരു ഓക്കെ നോട്ട് ചെയ്യേണ്ട മെയിൻ പോയിന്റ് പറയാം. ഇപ്പൊ ജസ്റ്റ് ആ ഒരു ക്ലാസ് താമസിച്ച് വന്നവർക്കാണ് പറയുന്നത്. ഓക്കെ. അപ്പം അവർക്ക് എന്താണ് ഒട്ടും സഹിക്കാനായിട്ട് പറ്റുന്നില്ല. കാരണം ഇപ്പൊ ആ ഒരു ബിസി ലൈഫാണ് അവര്. ഇപ്പൊ അവർക്ക് സ്നേഹം കിട്ടുന്നില്ല. പക്ഷെ ആ ഒരു വിൻഡോ തുറന്ന ആ ഒരു പീസ്ഫുൾ ഒരു എന്താ പറയാ ഒരു ജസ്റ്റ് കൈൻഡ് ഓഫ് ഒരു ഇത് ആർക്ക് തോന്നുന്നതാണ്? നമ്മുടെ കമലാദാസിന് തോന്നുന്നതാണ്. സോ ആഫ്റ്റർ ദാറ്റ് ഇവര് പറയാണ് ഇപ്പൊ എന്താണ് എനിക്ക് സ്നേഹം കിട്ടാത്തത് കൊണ്ട് തന്നെ ഞാൻ സ്ട്രേഞ്ചേഴ്സിനോട് എന്ത് ചെയ്യാണ്? സ്നേഹത്തിനായി അപേക്ഷിക്കുകയാണെന്ന് ആര് പറയാണ്? നമ്മുടെ കമലാദാസ് പറയാണ്. ഓക്കെ. അതാണ് നമ്മുടെ ഈ പോയം എന്ന് പറയുന്നത്. സോ ആഫ്റ്റർ നമുക്ക് ഇതിന്റെ മെയിൻ പോയിന്റ് എന്ന് പറഞ്ഞാല് ഇതൊരു പോയമാണ്. ഫസ്റ്റിലെ എന്താണ് നിങ്ങൾ കമലാദാസിനെ പറ്റിയിട്ട് മസ്റ്റ് ആയിട്ട് എന്തായാലും നോട്ട് ചെയ്യണം. അത് നിങ്ങൾക്ക് എങ്ങനെ ഗ്രൂപ്പിലാണോ നോട്ട്സ് ഇടുന്നത്? എങ്ങനാണ്? ഞാൻ ഫസ്റ്റ് ഇത് നിങ്ങളുടെ ഫസ്റ്റ് ക്ലാസ് ആണ് എന്റേത്. അപ്പം അതുകൊണ്ടാണ് എനിക്കൊരു ഡൗട്ട്. നിങ്ങൾക്ക് ഗ്രൂപ്പിലാണോ നോട്ട്സ് ഇടുന്നത്? ആരെങ്കിലും ഒന്ന് പറയോ? അതോ ഇപ്പൊ തന്നെ അങ്ങ് പറഞ്ഞു പോവാണോ ചെയ്യുന്നേ? ഗ്രൂപ്പിൽ നോട്ട്സ് ഇടും അല്ലേ? ഓക്കെ. അറിയില്ലേ? അറിയാവുന്ന ആരെങ്കിലും ഒന്ന് പറയോ നേരത്തെ ക്ലാസ്സിൽ ഉണ്ടായിരുന്നത്? ഓക്കെ. ഞാൻ എന്തായാലും ഓക്കെ എന്തായാലും ഞാൻ നോട്ട്സ് ഇട്ടുതരാം കേട്ടോ. നിങ്ങൾ വിഷമിക്കേണ്ട. ഇതിന്റെ നോട്ട്സ് ഞാൻ ഇട്ടുതരാം. ഞാൻ ആ മാമിന് നോട്ട്സ് അയച്ചു കൊടുത്തേക്കാം. ഓക്കെ. ഞാൻ എന്തായാലും നോട്ട്സ് ഇട്ടേക്കാം. നോട്ട്സിന്റെ കാര്യത്തിൽ നിങ്ങൾ വിഷമിക്കേണ്ട. ഇതിന്റെ ഇമ്പോർട്ടന്റ് പോയിന്റും സമ്മറിയും വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു നോട്ട്സ് ഇട്ടാം. ഓക്കെ. സോ നമുക്ക് ഇതിന്റെ ആക്ടിവിറ്റീസ് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഇപ്പൊ എല്ലാവർക്കും കാണാൻ പറ്റുമെന്ന് വിചാരിക്കുകയാണ്. സോ ഇതിന്റെ ആക്ടിവിറ്റീസ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ആക്ടിവിറ്റി നോക്കിയേ. നമുക്ക് ഒരു ലൈൻ അവിടെ തന്നിട്ടുണ്ട്. There is a house now far away where once I received love that woman died. The house withdrew into the silent snake moved among books. I was then too young to read any my blood turned could like the moon. ഇവിടെ എന്താ കൊടുത്തേക്കുന്നത്? സോ ഈ ഒരു ലൈനെ പറ്റിയിട്ട് നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ. ഈ ഒരു ലൈൻ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? സോ എന്താ അതിനകത്ത് പറയുന്നത്? അമ്മുമ്മ മരിച്ചു എന്ന് അവിടാണ്. ആ ഒരു ദാറ്റ് വുമൺ ഡൈഡ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഗ്രാൻഡ് മദറിനെയാണ് അവിടെ എന്ത് ചെയ്യുന്നത് ഉദ്ദേശിക്കുന്നത്. ബട്ട് ആഫ്റ്റർ ദ ഗ്രാൻഡ് മദർ ഡെത്ത് എന്ത് ചെയ്യാണ്? അവിടെ ഒരു സൈലൻസിലേക്ക് പോവാണ്. ഓക്കെ. അതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ. എന്താണ് ആ ഒരു മൃഗങ്ങളും അവിടെ ഉണ്ടായിരുന്ന മൃഗങ്ങളും കമലാദാസിന്റെ ആ ഒരു വിഷമത്തിൽ എന്താണ് പങ്കുചേരുകയാണ് എന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് കാണാനായിട്ട് പറ്റുന്നത്. അതാണ് ഈ ഒരു വർക്കിൽ ഇവിടെ പറയുന്നത്. സോ അവിടുത്തെ ആ ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ താഴത്തെ. വാട്ട് ഹാപ്പൻ ടു ദ ഹൗസ് ആഫ്റ്റർ ദ ഗ്രാൻഡ് മദർ ഡൈഡ്? ഓക്കെ. എന്താണ് ഗ്രാൻഡ് മദർ മരിച്ചതിന് ശേഷം ആ വീട്ടിനുണ്ടായത്? കാരണം എന്താണ് പിന്നെ അവിടെ ആരും താമസിക്കാനൊന്നും കേറിയില്ല. സോ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു? അവിടെ അടച്ചിടുകയാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിച്ചു? ആ വീട് കാലക്രമേണ എന്താണ് നശിച്ചു പോയി. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. ദ ഹൗസ് വിഡ്രോ ഇൻടു സൈലൻസ് ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് ഹെർ ഗ്രാൻഡ് മദർ. എന്ത് ചെയ്യാണ്? ഹൗസ് സൈലൻസിലേക്ക് പോവാണ്. അതാണ്ട്
വാട്ട് ഹാപ്പൻ ടു ദ ഹൗസ് ആഫ്റ്റർ ഗ്രാൻഡ് മദർ ഡൈഡ് എന്ന് ചോദിച്ചാൽ ഏതാണ്ട് ഇവിടെ തന്നെ കിടപ്പുണ്ട് ആൻസർ. കണ്ടോ, മൂന്നാമത്തെ ലൈൻ. ദ ഹൗസ് വിഡ്രോ ഇൻ ടു ദ സൈലൻസ്. അതാണ് എന്ത് സംഭവിച്ചത്? ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് ഗ്രാൻഡ് മദർ സംഭവിച്ചിരുന്നത് ഒരു സൈലൻസിലേക്ക് പോയി ആ ഒരു അമ്മാമ മരിച്ചു പോയതിനു ശേഷം. വൈ വാസ് ദ പോയറ്റ് നോട്ട് ഏബിൾ ടു റീഡ് ദ ബുക്സ്? എന്തുകൊണ്ടാണ് പോയിറ്റിന് എന്ത് ചെയ്യാത്തത്? ബുക്ക് റീഡ് ചെയ്യാൻ പറ്റാത്തത്? വാട്ട് ഈസ് ദ റീസൺ? ദ പോയിറ്റ് വാസ് നോട്ട് ഏബിൾ ടു റീഡ് ബുക്ക് ദാറ്റ് ടൈം ബിക്കോസ് ഷീ വാസ് ടു യങ്. എന്തുകൊണ്ടാണ് അന്ന് പോയിറ്റിന് ബുക്ക് റീഡ് ചെയ്യാൻ പറ്റാത്തതെന്ന് വെച്ചാൽ അന്ന് അവർ യങ് ആയിരുന്നു. കുഞ്ഞു കുട്ടിയായിരുന്ന സമയത്ത് എന്താണ്, അക്ഷരങ്ങളൊന്നും പരിചയമില്ല. സോ അതുകൊണ്ടാണ് അവർക്ക് എന്ത് ചെയ്തത്, വായിക്കാൻ പറ്റാത്തത്. അതുകൊണ്ട് അമ്മാമ്മയായിരുന്നു വായിച്ചു കൊടുക്കുന്നത്. അതാണ് പറയുന്നത് എമം ബുക്സ് ഐ വാസ് ദെൻ ടു യങ്. എന്താണ്, ഞാൻ ഒരു യങ്, നല്ല രീതിയിൽ യങ് ആയിരുന്നു, ഒരു കൊച്ചു കുട്ടിയായിരുന്നു. സോ ദാറ്റ്സ് വൈ ഐ എം നോട്ട് ഏബിൾ ടു റീഡ് ദ ബുക്സ്. അതുകൊണ്ടാണ് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റാത്തത്, ബുക്സ് റീഡ് ചെയ്യാൻ പറ്റാത്തത്. അതാണ് ഇതിന്റെ രണ്ടിന്റെ എന്താന്ന് വെച്ചാൽ ആൻസർ എന്ന് വെച്ചാൽ. നോട്ട്സ് വരുമ്പോ അത് ഇട്ടേക്കാമേ. ജസ്റ്റ് ഇതിന്റെ ആൻസേഴ്സ് എന്തൊക്കെയാന്ന് ഒന്ന് കേട്ടിരിക്കാം. ഇനി അടുത്ത് ഡിസ്കസ് ചെയ്യുന്ന പോർഷൻ നോക്കിയേ. ഓക്കെ, നമുക്ക് look at the expression my blood turned cold like the moon. Okay, and the poet is comparing coldness of a blood with the moon. ഇവിടെ നോക്കിയേ, ഈ ഒരു എക്സ്പ്രഷൻ my blood turned cold like the moon എന്ന് വെച്ചാൽ എന്റെ രക്തം എന്തുപോലായി, തണുത്ത് മരവിച്ച, സോറി, നമ്മുടെ ബ്ലഡ് എന്ന് വെച്ചാൽ എന്താണ്, തണുത്ത് ആ ഒരു രീതിയിലാണ് പറയുന്നത്. സോ മൂണിനെ പോലായി എന്നാണ് പറയുന്നത്. കോൾഡിനെസ് ഓഫ് ബ്ലഡ്, ആ ഒരു എന്താണ്, തണുത്ത രക്തം മൂണിനെ പോലെ ആയെന്നാണ് ആര് പറയുന്നത്, നമ്മുടെ പോയിറ്റ് പറയുന്നത്. പോയിറ്റ് ഈസ് കമ്പയറിങ് കോൾഡിനെസ് ഓഫ് എ ബ്ലഡ് വിത്ത് എ മൂൺ. ആ ഒരു ബ്ലഡിന്റെ കോൾഡിനെസ്സിനെ മൂണുമായിട്ട് ആര് കമ്പയർ ചെയ്യാണ്, നമ്മുടെ പോയിറ്റ് കമ്പയർ ചെയ്യാണ്. അവിടെ കമ്പയർ ചെയ്യാൻ ഉപയോഗിച്ച വേർഡ് നോക്കിയ ലൈക്ക് ആണ്. നോക്ക്, മൈ ബ്ലഡ് ടേൺസ് കോൾഡ് ലൈക്ക് ദ മൂൺ. നോക്ക്, ആ രണ്ട് കോൾഡ് ബ്ലഡും മൂണും അതിന്റെ ഇടയ്ക്ക് വന്ന് കമ്പയർ ചെയ്യാൻ ഉപയോഗിച്ച വാക്ക് എന്ന് വെച്ചാൽ ലൈക്ക് ആണ്. ഓക്കെ, ഷി യൂസസ് ദ വേർഡ് ലൈക്ക് ടു മേക്ക് ദ കമ്പാരിസൺ. എന്തിനാണ് ലൈക്ക് എന്ന് പറഞ്ഞ വേർഡ് യൂസ് ചെയ്യുന്നത്? നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം കമ്പാരിസൺ, എന്തെങ്കിലും ഒരു കാര്യത്തിനെ കമ്പയർ ചെയ്യുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ലൈക്ക് എന്ന് പറഞ്ഞ വേർഡ് യൂസ് ചെയ്യുന്നത്. ആ കമ്പാരിസൺ ഓഫ് ടു തിങ്സ് യൂസിങ് ലൈക്ക് ഓർ ആസ് ഈസ് കാൾഡ് ആസ് സിമിലി. ഇപ്പൊ എന്താണ്, നമ്മളിപ്പോ ഒരു കമ്പയർ ചെയ്യാൻ നേരത്ത് ഇപ്പൊ എന്താണ്, ലൈക്കോ ആസോ എന്ന് പറഞ്ഞ രണ്ട് വേർഡാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സിമിലി എന്ന്. എന്താണ് സിമിലി? A simile is used to highlight the particular quality, characteristics of feature or something. Simile actually use ചെയ്യുന്നത് ഏതെങ്കിലും ഒരു തിങ്ങിന്റെയോ സാധനത്തിന്റെ ഒരു അതിന്റെ ക്വാളിറ്റി പറയാനോ അല്ലെങ്കിൽ അതിന്റെ എന്തെങ്കിലും ക്യാരക്ടറിസ്റ്റിക്സ്, അതിന്റെ എന്തെങ്കിലും പ്രത്യേകതകളോ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സിമിലി നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ അതാണ് സിമിലി എന്ന് പറയുന്നത്. ഓക്കെ, ക്ലാസ് റെക്കോർഡ് ആണോ എന്ന് ചോദിച്ചാൽ എന്റെ അടുത്തൊന്നും പറഞ്ഞില്ല കേട്ടോ. സോ ആക്ച്വലി ഇതെന്റെ ഫസ്റ്റ് ക്ലാസ് ആണ്, ചിലപ്പോൾ മേ ബി ഇത് റെക്കോർഡഡ് ആയിരിക്കാം. ഓക്കെ, അപ്പൊ എന്താണ്, സോ ലൈക്ക് എന്ന് പറഞ്ഞ വേർഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഫോർ കമ്പാരിസന് വേണ്ടിയിട്ടാണ്. ലൈക്കോ ആസോ, ഇപ്പം ഏതൊരു സെന്റൻസ് ആയിക്കോട്ടെ, നിങ്ങൾ അവിടെ ലൈക്കോ ആസോ വന്നാല് നമ്മൾ എന്തെന്ന് നമ്മൾ മനസ്സിലാക്കുക, അത് സിമിലി ആണെന്ന് മനസ്സിലാക്കുക. എന്താണ്, ഏതൊരു സെന്റൻസ് ആയിക്കോട്ടെ ആ സെന്റൻസിൽ ലൈക്കോ ആസോ വന്നാല് നമ്മൾ എന്ത് ഡിക്ലെയർ ചെയ്യുക, ആ ഒരു സെന്റൻസ് സിമിലി ആണ്. അവിടെ ഒരു കാര്യത്തിനെ കമ്പാരിസൺ ചെയ്യാണ് ചെയ്യുന്നത്. എക്സാമ്പിൾ നോക്കി, ഹി ഈസ് ആസ് ബ്രേവ് ആസ് എ ലയൺ. എന്താണ്, അവൻ എന്താണ്, ലയണിനെ പോലെ ബ്രേവ് ആണ്, ധൈര്യവാനാണ് എന്ന് നമ്മൾ പറയാണ്. നോക്ക്, അവിടെ ആസ് ആണ് ഉപയോഗിച്ചത്. കണ്ടോ, ഇത് എന്താണ്, സിമിലി ആണ്. ആസോ ലൈക്കോ വന്ന നമുക്ക് എന്തുറപ്പിക്കാം, ആ വേർഡ് സിമിലി ആണ്, എന്തിനെയോ ഒന്ന് കമ്പയർ ചെയ്യാണ്. ദ പ്ലേസ് വാസ് സൈലന്റ് ലൈക്ക് എ ഗ്രേവ്. ഒരു ഗ്രേവിനെ പോലെ സൈലന്റ് ആണ് ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത്. സോ ഇവിടെ നോക്ക്, ലൈക്ക് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്, കമ്പാരിസൺ ആണ് വരുന്നത്. ആ ഒരു പ്ലേസിനെ ഗ്രേവുമായിട്ട് എന്ത് ചെയ്യാണ്, കമ്പാരിസൺ ചെയ്യാണ്. സോ ഏതൊരു സെന്റൻസ് ആയിക്കോട്ടെ, സോ നമ്മൾ അവിടെ എന്ത് കാണുന്നു, ആസും ലൈക്കും തന്നാല് നമ്മൾ എന്ത് ഓർക്കുക, ആ ഒരു ഇത് സിമിലി ആണെന്ന് ഓർക്കുക. സിമിലി എന്താന്ന് മനസ്സിലായോ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, ഇനി നമുക്ക് അടുത്തത് നോക്കാം. Now let us go on the next part of poem. Read it once or twice and answer the question that follow. ഈ ഒരു ഭാഗം വായിച്ചിട്ട് നമ്മൾ അതിന്റെ ആൻസർ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. നോക്കാം.
How often I think of going there to peer through blind eyes of windows, or just listen to the frozen air, or wild in despair pick an armful of darkness to bring here to lie behind my bedroom room like a brooding dog. ഇവിടെ ആ ഒരു വാക്കുകളുടെ അർത്ഥവും പറയുന്നുണ്ട്. എന്താണ്, ആ ഒരു വിൻഡോസിലൂടെ നോക്കിയപ്പോൾ അവർക്ക് എന്താണ്, ഒരു സമാധാനം തോന്നുകയാണ് ചെയ്യുന്നത്. ബട്ട് അവർക്ക് എന്താ തോന്നുന്നത്, തന്റെ ആ ഒരു ബിസി ലൈഫിൽ നിന്ന്, ആ ഒരു ബിസി ലൈഫിലേക്ക് പെട്ടെന്ന് പോയിട്ട് അവർ ഓർക്കാണ്, അതിൽ നിന്ന് എനിക്ക് എന്താണ്, ഈ ഒരു വാതിലുകൾ തുറന്നപ്പോൾ എനിക്ക് എന്താണ് ഒരു പ്രത്യേക ഒരു ഫീല് കിട്ടുകയാണെന്ന് ആർക്ക് തോന്നുകയാണ്, നമ്മുടെ പോയിറ്റിന് തോന്നുകയാണ്. അവിടുത്തെ ഈ പിയർ എന്ന് പറഞ്ഞ വേർഡിന്റെ മീനിങ് നോക്കുക. ലുക്ക് വെരി കെയർഫുള്ളി, സൂക്ഷ്മമായി നോക്കുക. ഡെസ്പെയർ, വിത്തൗട്ട് ഹോപ്പ്, പ്രതീക്ഷയില്ലായ്മ. ബ്രൂഡിങ്, തിങ്കിങ്. ഓക്കെ, എന്തോ ഒന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ പോയിറ്റ്. ഇതിനെ റിലേറ്റ് ചെയ്ത് നമുക്ക് എന്താണ് ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, കംപ്ലീറ്റ് ദ ഫോളോയിങ്. അതിനനുസരിച്ച് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാനാണ് ഫസ്റ്റ് തന്നെ കൊടുത്തേക്കുന്നത്. എന്താണ് ടു പിയർ, പിയറിന്റെ സ്ഥാനത്ത് എന്താ എഴുതിയത്, ത്രൂ ബ്ലൈൻഡ് ഐസ് ഓഫ് വിൻഡോസ് അല്ലേ. ത്രൂ പിയർ, ആ ലൈനിൽ എന്താ കൊടുത്തേക്കുന്നത്, ത്രൂ ദ ബ്ലൈൻഡ് ഐസ് ഓഫ് വിൻഡോസ്. കണ്ടോ, ടു പിയർ എന്നിട്ട് ഒരു ഓപ്ഷൻ ആയിരുന്നു കൊടുത്തത്. ഈ ലൈൻ വെച്ചിട്ട് അടുത്ത വരി എന്താണ്, ത്രൂ ബ്ലൈൻഡ് ഐസ് ഓഫ് വിൻഡോസ് ആണ്. ഇനി അടുത്ത നോക്കുകയാണെങ്കിൽ ടു ലിസൺ. കണ്ടോ, ടു ലിസന്റെ അടുത്ത് ഏത് സെന്റൻസ് ആ വരുന്നത്, ടു ദ ഫ്രോസൺ എയർ. ഓക്കെ, ഇനി അടുത്തത് ഏതാ കൊടുത്തിരിക്കുന്നത്, ടു പിക്ക്. ടു പിക്കിന്റെ അടുത്ത് ഏത് സെന്റൻസ് ആയിരിക്കും വരുന്നത്, ആൻ ആംഫുൾ ഓഫ് എ ഡാർക്ക്നെസ്. കണ്ടോ, ടു പിക്ക് ആൻ ആംഫുൾ ഓഫ് എ ഡാർക്ക്നെസ്, ആ ഫോർത്ത് ലൈൻ. കണ്ടോ, അങ്ങനെ അതിൽ നിന്ന് ഒരു വരി കൊടുത്തിട്ട് അതിനനുസരിച്ച് നമ്മൾ എന്താണ് ആ ഒരു പോയിമിൽ എവിടാണ് അത് കിടക്കുന്നതെന്ന് കണ്ടുപിടിക്കാനാണ് അവിടെ കൊടുത്തിരുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കി. ലുക്ക് അറ്റ് ദ ഫ്രേസ് ബ്ലൈൻഡ് ഐസ് ഓഫ് വിൻഡോസ്. വിൻഡോസ് ഇസ് എ നോൺ ലിവിംഗ് ഒബ്ജെക്ട്. ഇൻ ദ പോം ദ വിൻഡോ ഹാസ് ബീൻ ഗിവൻ ഹ്യൂമൻ ഫിസിക്കൽ ഫീച്ചർ ബ്ലൈൻഡ് ഐ. വാട്ട് വി കോൾ ദിസ് പോയറ്റിക് ട്രാൻസ്ഫോർമേഷൻ? വൈ ആർ ദ ഐസ് ഓഫ് എ വിൻഡോ ഡിസ്ക്രൈബ്ഡ് ആസ് എ ബ്ലൈൻഡ് എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ആക്ച്വലി ഇങ്ങനെ ഹ്യൂമൻസിന്റെ ഫിസിക്കൽ ഫീച്ചറോട് കൂടിയിട്ട് ഒരു നോൺ ലിവിങ് ഒബ്ജക്റ്റിനെ കമ്പയർ ചെയ്യുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പേഴ്സണിഫിക്കേഷൻ എന്ന്. ഓക്കെ, പേഴ്സണിഫിക്കേഷൻ എന്ന് വെച്ചാൽ ഒരു എന്താ, ഒരു ഫിഗർ ഓഫ് സ്പീച്ച് ആണ്. നമ്മൾ നേരത്തെ സിമിലി പറഞ്ഞില്ലേ, അതുപോലുള്ള ഒരു ഫിഗർ ഓഫ് സ്പീച്ച് ആണ് ഈ പേഴ്സണിഫിക്കേഷൻ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഇപ്പൊ നോൺ ലിവിങ് ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഇന്നാമിനേറ്റ് ഒബ്ജക്റ്റിനെ ഏതെങ്കിലും എന്താണ് ഒരു ഹ്യൂമൻ ഫിസിക്കൽ ഫീച്ചർ കൊണ്ടിട്ട്, ബ്ലൈൻഡ് ഐസ് ഓഫ് വിൻഡോസ് എന്ന് പറയുമ്പോൾ വിൻഡോസ് എന്ന് പറഞ്ഞ ഒരു ഇനാമിനേറ്റ് ഒബ്ജക്റ്റ് ആണ്, അതിനെ ആനിമേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല അല്ലെ, നോൺ ലിവിങ് തിങ് ആണ്. പക്ഷേ ബ്ലൈൻഡ് ഐസ് എന്ന് വെച്ചാൽ എന്താണ്, ഐസ് എന്ന് വെച്ചാൽ നമ്മള് മനുഷ്യർക്ക് മാത്രം ഉള്ളതാണ്. ഓക്കെ, അല്ലെങ്കിൽ മനുഷ്യർക്കും ആനിമൽസിനും ലിവിങ് ബീൻസിനുള്ളതാണ്. സോ ആ ഒരു ഫിസിക്കൽ ഫീച്ചറിനെ വെച്ചിട്ട് ഒരു ഇന്നാമിനേറ്റ് ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു നോൺ ലിവിങ് ഒബ്ജക്റ്റിനെ കമ്പയർ ചെയ്യുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്നുള്ളത്, സോ പേഴ്സണിഫിക്കേഷൻ എന്നുള്ളത്. ഓക്കെ, അത് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. സോ നെക്സ്റ്റ് പറയുന്നതെന്ന് വെച്ചാല്, വൈ ഈസ് ദ എയർ ഇൻ ഗ്രാൻഡ് മദർ ഹൗസ് ഡിസ്ക്രൈബ്ഡ് ആസ് എ ഫ്രോസൺ? എന്തുകൊണ്ടാണ് ഗ്രാൻഡ് മദറിന്റെ ഹൗസ് ഫ്രോസൺ എന്ന് വിളിക്കുന്നത്? In the poem, Grandmother House, Kamala Das described air in Grandmother House as frozen because the house is absolutely silent. No one lives there, even the air does not seem to be moving. ഞാൻ നേരത്തെ പറഞ്ഞു ഗ്രാൻഡ് മദർ ഹൗസിൽ എന്താണ് ഇപ്പൊ ആരും താമസിക്കാത്തത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, അത് ഫ്രോസൺ ഫോമിലാണെന്ന് പറഞ്ഞത്. കാരണം വീട്ടിൽ ആരും ഇല്ല, വീട് സൈലന്റ് ആയി പോയി, അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് ഫ്രോസൺ എന്ന് അവര് പറയാനായിട്ടുള്ള റീസൺ. അടുത്ത് നോക്കേ, പിക്ക് ഔട്ട് ദ കറക്റ്റ് ഓൾട്ടർനേറ്റീവ്സ് ഇൻ എ ആൻഡ് ബി. An armful of a darkness means എന്താണ്, അതാണ് ചോദിച്ചിരിക്കുന്നത്. ആംഫുൾ ഓഫ് ഡാർക്ക്നെസിന്റെ അർത്ഥം എന്താണെന്നാണ് ഫസ്റ്റ് ചോദിച്ചിരിക്കുന്നത്. ആംഫുൾ ഓഫ് ഡാർക്ക്നെസ് മീൻസ് ഓൾഡ് മെമ്മറീസ് ഓഫ് ഗ്രാൻഡ് മദർ ഹൗസ് എന്നാണ് അർത്ഥം. എന്താണ് ഗ്രാൻഡ് മദർ ഹൗസിന്റെ ഓൾഡ് മെമ്മറീസ്, അതിനെയാണ് നമ്മൾ ആൻ ആംഫുൾ ഓഫ് എ ഡാർക്ക്നെസ് എന്ന് വിളിക്കുന്നത്. മൂന്ന് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ആൻ ആംഫുൾ ഓഫ് ഡാർക്ക്നെസ് മീൻസ് ഓൾഡ് മെമ്മറീസ് ഓഫ് ഗ്രാൻഡ് മദർ ഹൗസ്, അൺഹാപ്പി ഡേയ്സ്, സം ഡാർക്ക് ഒബ്ജക്ട് ഫ്രം ദി ഹൗസ്. അൺഹാപ്പി ഡേയ്സ് അല്ല അവിടെ പറയുന്നത്, ഡാർക്ക് ഒബ്ജക്റ്റും ഹൗസിൽ അങ്ങനെയൊന്നും പറയുന്നില്ല. ഗ്രാൻഡ് മദർ ഹൗസിന്റെ ഓൾഡ് മെമ്മറീസ് ആണ് ആൻ ആംഫുൾ ഓഫ് ഡാർക്ക്നെസ് എന്ന് പറഞ്ഞ ആ ഒരു പേരിലൂടെ അർത്ഥമാക്കുന്നത്. അടുത്ത് നോക്കിയേ, ടു ലൈ ബിഹൈൻഡ് മൈ ബെഡ്റൂം ഡോർ ലൈക്ക് എ ബ്രൂഡിംഗ് ഡോഗ്. ആ ഒരു വേർഡിന്റെ അർത്ഥം എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്.
ഓക്കെ, അവിടെ 3 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ദ മെമ്മറീസ് വിൽ ഓൾവേസ് റിമെയിൻ വിത്ത് എ പോയിറ്റ് എന്നാണ്, പോയിറ്റിന്റെ മനസ്സിലുള്ള മെമ്മറീസ് ആണ് കൊടുത്തേക്കുന്നത്. രണ്ടാമത്തെ ഓപ്ഷൻ, ദ മെമ്മറീസ് വിൽ ലേ അൺകെയർഡ് ഇൻ എ കോർണർ, അവിടെ ഒരു കോർണറിൽ നിന്നപ്പോഴത്തേക്ക് അവർക്കുണ്ടാവുന്ന ആ ഒരു മെമ്മറീസ്. ദ മെമ്മറീസ് ആർ ആസ് അൺഇമ്പോർട്ടന്റ് ആസ് എ ഡോഗ്. മൂന്നാമത്തെ അർത്ഥം എന്താണ്? ഒരു പട്ടിയുടെ വില പോലെ അൺഇമ്പോർട്ടന്റ് ആണ് ഒരാളുടെ മെമ്മറീസ് എന്ന് പറയുന്നത്. എന്തായിരിക്കും ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്? The memory will always remain the poet. To lie behind my bedroom door like a brooding dog എന്ന് വെച്ചാല് ആ ഒരു പോയിറ്റിന്റെ മെമ്മറീസ് ആണ്. ഓക്കെ, അവിടെ അവരുടെ മനസ്സിലുള്ള ഇപ്പോഴും ഉള്ള അവരുടെ മെമ്മറീസ് ആണ് അവിടെ കാണിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കേ. Now you will read the third part of poem and follow. ഇപ്പൊ കാണാൻ പറ്റുന്നില്ലേ പേജ്? ഇനി നമ്മൾ ഡിസ്കഷൻ പാർട്ടിൽ ലാസ്റ്റ് വൺ ആണ് നോക്കുന്നത്, തേർഡ് പാർട്ട് ഓഫ് ദി ചാപ്റ്റർ. ഓക്കെ, സോ ഇതിൽ പറയുന്നത് വെച്ചാൽ യു കനോട്ട് ബിലീവ് ഡാർലിംഗ് ക്യാൻ യു ദാറ്റ് ഐ ലീവ്ഡ് ഇൻ സച്ച് എ ഹൗസ് ആൻഡ് വാസ് പ്രൗഡ് ആൻഡ് ലവ്ഡ്. ഐ ഹു ഹാവ് ലോസ്റ്റ് മൈ വേ ബെഗ് നൗ അറ്റ് സ്ട്രേഞ്ചേഴ്സ് ഡോർ അറ്റ് റിസീവ് ലവ് അറ്റ്ലീസ്റ്റ് ഇൻ എ സ്മാൾ ചേഞ്ച്. ഇവിടെ പറയുന്നത് എന്താണ്? നേരത്തെ ആ ഒരു കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മുടെ പോയിറ്റ് എന്ത് ചെയ്യാണ്, സോ സ്ട്രേഞ്ചേഴ്സിന്റെ അടുത്ത് സ്നേഹത്തിന് വേണ്ടിയിട്ട് അലയുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, കാണാനായിട്ട് പറ്റുന്നത്. അതാണ് ഈ തേർഡ് പാർട്ട് ഓഫ് ദ ലൈൻ ഓഫ് പോമില് മെയിൻ ആയിട്ടുള്ള അർത്ഥം. ഇനി നമുക്ക് അതിന്റെ ക്വസ്റ്റ്യൻ ആൻസറിലേക്ക് പോവാം. സോ ഇതിന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കേ. വിച്ച് വേർഡ് tell you the poet is talking to someone and what is she telling him her? What she is begging, okay, first ന്റെ നോക്കിയില്ലല്ലോ. ഓക്കെ, വിച്ച് വേർഡ്സ് ടെൽ യു ദ പോയിറ്റ് ഈസ് ടോക്കിംഗ് ടു സംവൺ? എന്താ പറയുന്നത്? ആ ഒരു സ്നേഹത്തിന് വേണ്ടിയിട്ട് അലയുന്നതാണ് പറയുന്നത്. യു കനോട്ട് ബിലീവ് ഡാർലിംഗ്. ഓക്കെ, ആ ഒരു ലൈനാണ് എന്താണ്, സ്നേഹത്തിന് വേണ്ടിയിട്ട് സ്ട്രേഞ്ചേഴ്സിനോട് ബെഗ് ചെയ്യുന്ന ഒരു ലൈനാണ് ഇതിനകത്ത്. അതിനകത്ത് പോയിറ്റ് എന്താ ആദ്യമേ പറയുന്നത്? യു കനോട്ട് ബിലീവ് ഡാർലിംഗ് ക്യാൻ യു ദാറ്റ് ഐ ലീവ് ഇറ്റ് സച്ച് എ ഹൗസ് വാസ് പ്രൗഡ് എന്നാണ്. ഞാൻ ഈ വീട്ടില് ജീവിച്ചിരുന്നപ്പോൾ എനിക്ക് എന്താണ് ഭയങ്കര പ്രൗഡ് ആയിരുന്നു. സോ അതാണ് നമ്മുടെ വേർഡ്സ്. നമുക്ക് ക്വസ്റ്റ്യൻ ഇതാണ്, വിച്ച് വേർഡ്സ് ടെൽ യു ദാറ്റ് ദ പോയിറ്റ് ഈസ് ടോക്കിംഗ് ടു സമൺ? ആരോടോ പറയുവാണ്. ഓക്കെ, അവിടെ ആരും ഇല്ല, എന്തൊക്കെയോ ഓർത്ത് എന്താണ് കമലാദാസ് പറയുന്ന കാര്യം. സോ ഞാൻ ഈ വീട്ടിലുണ്ടായിരുന്ന സമയത്ത് ഐ ആം വെരി ഹാപ്പി ആൻഡ് ഐ ആം പ്രൗഡ്. ഈ ഒരു വീട്ടിൽ ആയിരുന്ന ടൈമിൽ എന്താണ്, ഞാൻ ഒരുപാട് പ്രൗഡ് ആയിരുന്നു എന്നെ തന്നെയെന്ന് പറയാണ്. വാട്ട് ഷീ ഈസ് ടെല്ലിങ് ഹിം ഓർ ഹർ? ഓക്കെ, ആരോടാണ് ഇത് പറയുന്നത്? ആക്ച്വലി അവരോട് തന്നെയാണ്. അവരുടെ ആ ഒരു എന്താ എന്തോ നഷ്ടപ്പെട്ടൊരു വേദനയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ഇതിലൂടെ കാണാനായിട്ട് പറ്റുന്നത്. ഇനി നെക്സ്റ്റ് നോക്കേ. ഇൻ ദ ലാസ്റ്റ് 3 ലൈൻസ് ഓഫ് ദ പോം ദ പോയിറ്റ് തിങ്ക് ഓഫ് ഹെർസെൽഫ് ആസ് എ ബെഗർ. ആ ലാസ്റ്റ് മൂന്നാമത്തെ ലൈൻ നോക്കുകയാണെങ്കിൽ അവരെ ഒരു ബെഗർ, എന്താണ് ബെഗർ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഭിക്ഷ യാചിക്കുന്നവരെന്നൊക്കെ പറയില്ലേ, അങ്ങനെയാണ്. ഒരു ഭിക്ഷ യാചിക്കുന്ന ഒരാളെ പോലെയാണ് ആര് കാണുന്നത്, നമ്മുടെ പോയിറ്റ് ലാസ്റ്റ് ലൈനിൽ പറയുന്നത്. വാട്ട് ഷീ ഈസ് ബെഗിങ് ഫോർ? എന്തിനു വേണ്ടിയിട്ടാണ് അവരിങ്ങനെ യാചിക്കുന്നത്? സ്നേഹത്തിന് വേണ്ടിയിട്ടാണ്. ഷീ ഈസ് ബെഗിങ് ഫോർ ലവ്. രണ്ടാമതൊക്കെ, വാട്ട് ഡസ് ഷീ മീൻ ബൈ സ്മാൾ ചേഞ്ച്? എന്തിനാണ് ഒരു സ്മാൾ ചേഞ്ച് വേണോന്ന് അവർ ആഗ്രഹിക്കുന്നത്? ആ ലിറ്റിൽ ലവ് ഇൻ എ സ്മാൾ ക്വാണ്ടിറ്റി. അവർക്ക് കിട്ടുന്ന ആ ഒരു കുറച്ച് സ്നേഹം വലിയ ക്വാണ്ടിറ്റി ആയിട്ട് അവർക്ക് കിട്ടണമെന്നാണ് അവർ എന്ത് ചെയ്യുന്നത്, ആഗ്രഹിക്കുന്നത്. അതാണ് അതിന്റെ ആൻസർ എന്ന് പറഞ്ഞാല്. നെക്സ്റ്റ് നമ്മൾ ഓവറോൾ ക്വസ്റ്റ്യൻസ് ആണ് നോക്കാൻ പോണത്. ആണോ? നോട്ട് ഗ്രൂപ്പിൽ ഇടാം, വിഷമിക്കണ്ട. ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ. ഓവറോൾ ക്വസ്റ്റ്യൻസിൽ സോ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് നോക്കാമേ. ഫസ്റ്റ് നോക്ക്. കോൾഡ് ലൈക്ക് മൂൺ ഈസ് എ സിമിലി. ക്യാൻ യു പിക്ക് ഔട്ട് അനദർ സിമിലി ഫ്രം ദ പോം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കോൾഡ് ലൈക്ക് ആ മൂൺ എന്ന് പറയുന്നത് ഒരു സിമിലി ആണ്, എന്ന് വെച്ചാൽ അവിടെ ലൈക്ക് വന്നതുകൊണ്ട് തന്നെ. അതുപോലെ അനദർ സിമിലി ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കിയാലോ അനദർ സിമിലി ഏതാണ്? നിങ്ങൾ പറഞ്ഞുതരാം കേട്ടോ. നോക്ക, നമ്മുടെ പോയം ഇതായിരുന്നു. സോ ഇതില് അനദർ സിമിലി ഏതാണ്? There is a house now far away where once I received love that. ഇവിടെ എവിടെയെങ്കിലും ആസോ ലൈക്കോ വരുന്നോന്ന് നിങ്ങൾ നോക്കി. ആസോ ലൈക്കോ വരുന്നുണ്ടെങ്കിൽ അവിടെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, നമ്മുടെ സിമിലി വരുന്നത്. അതുകൊണ്ട് ഇവിടെ കോൾഡ് ലൈക്ക് ദ മൂൺ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. സോ അതെന്ന് വെച്ചാൽ എന്താണ്, നമ്മുടെ ക്വസ്റ്റിന് കൊടുത്തേക്കുന്ന സിമിലിയാണ്. നമുക്ക് ഇനി വേറൊരു സിമിലിയാണ് കണ്ടുപിടിക്കാനുള്ളത്. എവിടെ ഉണ്ട് ആ സിമിലി?
വേറെ എവിടെ ലൈക്ക് ആസോ കൊടുത്തിട്ടുണ്ടെന്ന് നമുക്ക് കാണാൻ പറ്റും? കാണുന്നുണ്ടോ നിങ്ങള്? കണ്ടോ? An armful of a darkness to bring it here to lie behind my bedroom door like a brooding dog. എന്നാണ്, ഒരു ബ്രൂഡിംഗ് ഡോഗിനെ പോലെ ഞാൻ എന്താണ് ആ ജനലിലൂടെ നോക്കി നിന്നു എന്നാണ് പറയുന്നത്. ബെഡ്റൂം ഡോർ ലൈക്ക് എ ബ്രൂഡിംഗ് ഡോഗ്. ദാറ്റ് ഈസ് ഓൾസോ a comparison and it is an another simile എന്ന് നമുക്ക് എന്താണ് പറയാനായിട്ട് പറ്റും. അതാണ് another simile എന്ന് പറയുന്നത്. ഇനി ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. The poet think 1 minute. Okay. The poetess think of her past. How is her present differ from the past? Okay, എന്താ പറയുന്നത്? പോയറ്റ് അവരുടെ പാസ്റ്റിനെ പറ്റിയിട്ട് എന്താണ് തിങ്ക് ചെയ്യാണ്. അപ്പം നമ്മൾ ഒരു കാര്യത്തിനെ പറ്റി ആലോചിക്കണമെങ്കിൽ നമ്മുടെ എന്താണ് ആ ഒരു മെമ്മറി എന്ന് പറയുന്നത് ഒന്നുകിൽ നമുക്ക് സന്തോഷമായിരിക്കും അല്ലെങ്കിൽ സങ്കടമായിരിക്കും. പക്ഷെ ഇവിടെ നമ്മുടെ പോയിട്ട് സങ്കടത്തോടാണ് നിൽക്കുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് ഇത്ര സങ്കടത്തോടെ നിൽക്കുന്നത്? അപ്പൊ അവരുടെ പ്രസന്റ് സിറ്റുവേഷൻ നല്ലതല്ലേ? എന്താണ് അവരുടെ പാസ്റ്റും പ്രസന്റും തമ്മിലുള്ള ഡിഫറൻസ് എന്നാണ് ചോദിച്ചേക്കുന്നത്. Actually, in this poem, my grandmother house Kamala Das is saying about the nostalgia of her childhood life. അല്ലേ? ചൈൽഡ്ഹുഡ് ലൈഫിലെ nostalgia ആണ് ഇവിടെ പറയുന്നത്. She remembers her childhood in her grandmother's house when she was loved. She has a deep sense of sorrow in the present because she is not getting the love one she got from her grandmother. എന്താ പറയുന്നതെന്ന് വെച്ചാല് ഇവരിപ്പം ഭയങ്കര വിഷമത്തിലാണ്. കാരണം അമ്മാമ്മയുടെ ആയിരുന്നു ഗ്രാൻഡ് മദർ ഉണ്ടായിരുന്ന സമയത്ത് ഇവര് ഭയങ്കര എന്താണ് സന്തോഷത്തിലായിരുന്നു, എന്തോ നേടിയതുപോലെ ആയിരുന്നു അവർക്ക്. പക്ഷെ ഇപ്പൊ എന്താണ് ആരും അവരെ സ്നേഹിക്കാനില്ല. അപ്പം ഈ വീട്ടിൽ വന്നപ്പോ എന്താണ് പ്രത്യേകിച്ച് ഗ്രാൻഡ് മദറിനെയും കുറിച്ച് കുറച്ചുകൂടി ഓർത്തു പോയപ്പോൾ അവർക്ക് എന്താണ് വല്ലാത്തൊരു വിഷമം, ഒരു ഒറ്റപ്പെടുന്ന ഫീൽ ആർക്ക് തോന്നുവാണ്? നമ്മുടെ ഗ്രാൻഡ് മദറിന് തോന്നുവാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്ത നോക്കുക. പിക്ക് ഔട്ട് വേർഡ്സ് ഫ്രം പോയം വിച്ച് കൺവേ ദ സെൻസ് ഓഫ് ലോസ് ദാറ്റ് ദ പോയറ്റ് ഫീൽസ്. എന്നാണ് പോയറ്റിന് ആ ഒരു നഷ്ടം വന്നു എന്നൊരു ബോധം തോന്നുന്ന രീതിയിലുള്ള ലൈൻസ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, ഏതൊക്കെ നമുക്ക് പറയാൻ പറ്റും? ഒന്നും കൂടെ എടുക്കാം ഞാനൊരു പോയം. ഓക്കെ, ഇതില് ഏതൊക്കെ ലൈൻ നമുക്ക് പറയാൻ പറ്റും? അയ്യോ പോയി. ഫസ്റ്റിലെ തന്നെ എന്താണ് നഷ്ടപ്പെട്ട ബോധം വരുന്നതാണ് ഫസ്റ്റ് ലൈനിലുള്ള ദ വുമൺ ഡൈഡ് എന്ന് പറയുന്നത്. അത് ഒരു സെൻസ് ഓഫ് ലോസ് വരുന്ന ഒരു ലൈനാണ്. നെക്സ്റ്റ് വരുന്നതാണ് മൈ ബ്ലഡ് ടേൺ കോൾഡ് എന്ന് പറയുന്നത്. അത് നമുക്ക് എന്താണ് ഒരു സെൻസ് ഓഫ് ലോസ് തോന്നുന്ന, ഒരു നഷ്ടബോധം തോന്നുന്ന ഒരു വേർഡ് ആണ്. ഫ്രോസൺ എയർ എന്താണ് നഷ്ടബോധം തോന്നുന്നതാണ്. പിന്നെ വൈൽഡ് ഡെസ്പെയർ അത് നമുക്ക് എന്താണ് ഓർ ഇൻ ദ വൈൽഡ് ഡെസ്പെയർ, കാരണം സെൻസ് ഓഫ് ലോസ് തോന്നുന്നതാണ്. പിന്നെ നമുക്ക് ലോസ് തോന്നുന്നതാണ് ആംഫുൾ ഓഫ് എ, നേരത്തെ നമ്മൾ കമ്പാരിസൺ പറഞ്ഞപ്പം പറഞ്ഞ കണക്ക് ഏതാണ് ആംഫുൾ ഓഫ് എ ഡാർക്ക്നെസ്. ആംഫുൾ ഓഫ് എ ഡാർക്ക്നെസ്സും എന്താണ് ഒരു ജസ്റ്റ് കൈൻഡ് ഓഫ് ലോസ് തോന്നുന്ന രീതിയിലുള്ള ഒരു ഒരു വേർഡ് ആണ് നമുക്ക് പറയാനായിട്ട് പറ്റും. സോ അതാണ് സെൻസ് ഓഫ് ലോസ് തോന്നുന്നത്. എന്താണ് വിമൻ ഡൈഡ്, പിന്നെ ഏതുണ്ട് മൈ ബ്ലഡ് ടേണഡ് കോൾഡ് ഉണ്ട്, പിന്നെ ഫ്രോസൺ എയർ ഉണ്ട്, വൈൽഡ് ഡെസ്പെയർ ആൻഡ് ആംഫുൾ ഓഫ് ഡാർക്ക്നെസ്. ഇതൊക്കെയാണ് ലോസ് സെൻസ് തോന്നുന്ന എന്തെന്ന് പറയുന്നത് വർക്കുകൾ വേർഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത് നോക്കുകയാണെങ്കിൽ റീഡ് ദ ഫോളോയിങ് സെന്റൻസസ്. ആ ഒരു ഫോളോയിങ് സെന്റൻസ് വായിക്കാനാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. Grandparents belong to different generation and how ideas may fit not in modern context. ഇവിടെ പറയുന്നത് വെച്ചാൽ എല്ലാ ഗ്രാൻഡ് പേരൻസ് എന്ന് വെച്ചാൽ ഡിഫറെന്റ് ജനറേഷൻസ് ആണ്. ഓരോ ആൾക്കാർക്കും ഓരോ മനസ്സാണ്. ഇപ്പൊ കമലാദാസിന്റെ ആ ഒരു ഗ്രാൻഡ് പേരൻസിനെ പോലെ ആയിരിക്കില്ല മറ്റുള്ളവർക്ക്. ചിലവർക്ക് നല്ലതായിരിക്കും, ചിലവർക്ക് എന്താണ് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ കാണും. ഓക്കെ, ഗ്രാൻഡ് പേരൻസിൽ തന്നെ എന്താണ് പലരുടെയും സ്വഭാവം ഉൾക്കൊള്ളാൻ പറ്റാത്തവരും ഉണ്ടാവും. മോഡേൺ കോണ്ടെക്സ്റ്റിൽ ചിലപ്പോൾ ഈ ഒരു ഐഡിയാസ് എന്താണ് ഫിറ്റ് ആവണമെന്നില്ല എന്നാണ് ഇവിടെ പറയുന്നത്. നെക്സ്റ്റ് നോക്ക്. വൺ ഡേ വി ടു വിൽ ബിക്കം ഓൾഡ് ആൻഡ് ഇൻഫേം. വി വുഡ് ലൈക്ക് ടു ബി ട്രീറ്റഡ് വിത്ത് ഡിഗ്നിറ്റി ആൻഡ് അഫെക്ഷൻ ഇൻ അവർ ഓൾഡ് ഏജ്. ഇനി പറയുന്നതെന്ന് വെച്ചാൽ നമ്മൾ എന്താണ് ഒരു ദിവസം നമ്മളെല്ലാവരും വയസ്സായിട്ടുള്ളവരാവും, നമ്മളെല്ലാവരും പ്രായമാവും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മള് ഇപ്പം വയസ്സിൽ മുതിർന്നവരെ കാണുമ്പോൾ നമ്മൾ അവരെ ബഹുമാനിക്കണം, അവരോട് നല്ല സ്നേഹം കാണിക്കണമെന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് 2 ഇൻഡെക്സ് ക്വസ്റ്റ്യൻ ഇവിടെ എന്താണ് വേറെ കൊടുത്തിട്ടുണ്ട്, അതും കൂടെ നോക്കാം.
സോ ഇവിടെ പറയുന്നത് വെച്ചാൽ ദ ഹൗസ് വിഡ്രോ ഇൻ ടു സൈലൻസ് ബിക്കോസ് ഷീ വാസ് ടു യങ്. എന്താ അവിടെ പറയുന്നത്? അവര് എങ്ങായിരുന്ന സമയത്ത് എന്താണ് ആ ഒരു വീട്ടില് വന്ന ആ ഒരു കാര്യം ഇതൊക്കെയാണ് ഇവിടെ പറഞ്ഞത്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ത്രൂ ബ്ലൈൻഡ് ഐസ് ഓഫ് വിൻഡോസ് ആൻഡ് ടു ദ ഫ്രോസൺ എയർ. ആ ഒരു ലൈന് നമ്മൾ എന്താണ് കണ്ടിരുന്നതാണ്. എന്താ അതിലൂടെ ഉദ്ദേശിച്ചിരുന്നത്? ത്രൂ ബ്ലൈൻഡ് ഐസ് ഓഫ് വിൻഡോസ് എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഒരു വിൻഡോയിലൂടെ നോക്കിയിട്ട് ആ ഒരു അമ്മൂമ്മയുടെ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് അവരുടെ ആ ഒരു മെമ്മറീസ് ആണ് അവർ എന്ത് ചെയ്യുന്നത് അതിലൂടെ ആലോചിക്കുന്നത്. ഓക്കെ. ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞ പേഴ്സണിഫിക്കേഷൻ നത്തിങ് ക്യാൻ ബി സീൻ ത്രൂ ദം ദർ ഈസ് ഡാർക്ക്നെസ് ഇൻസൈഡ്. അതാണ് ഇവിടെ പേഴ്സണിഫിക്കേഷൻ യൂസ് ചെയ്തിരിക്കുന്നത്. എന്ന് വെച്ചാല് എന്താണ് ആ ഒരു വേറൊന്നും കാണുന്നില്ല, ഓൺലി ഡാർക്ക്നെസ് മാത്രമാണ് അകത്ത്. കാരണം വീട് എന്ന് വെച്ചാൽ എന്താണ് ഫുള്ള് എന്തായി ഒരു സൈലന്റ് ആയി. സോ അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് ഡാർക്ക്നെസ് ആയി അകത്ത് എന്നാണ് ഇവിടെ പറയുന്നത്. അടുത്തൊക്കെ ഹൗസ് ഈസ് അബ്സല്യൂട്ട്ലി സൈലന്റ്, നോ വൺ ലീവ്സ് ഹിയർ, ഇവൻ ദ എയർ ഡസ് നോട്ട് സീം ടു ബി മൂവിങ്. അതും നമുക്ക് പേഴ്സണിഫിക്കേഷനിൽ തന്നെ എന്താണ് പറയാനായിട്ട് പറ്റും. സോ അതാണ് ആ ഒരു രണ്ടാമത്തെ മീനിങ് കൊണ്ട് അർത്ഥമാക്കുന്നത്. പിന്നെ നോക്കുക, ഓൾ മെമ്മറീസ് ഓഫ് ദ ഡാർക്ക് ഹൗസ് ആൻഡ് മെമ്മറീസ് ഓൾവേസ് റിമൈൻ ദ പോയിന്റ്. അത് നമ്മൾ നേരത്തെ കണ്ടല്ലേ അതിന്റെ ആൻസർ വന്നത്. ഓക്കെ. പിന്നെ അടുത്തത് വരുന്നതും അതേ കണക്കുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അടുത്തത് യു കനോട്ട് ബിലീവ് ഡാർലിംഗ് ദാറ്റ് ഷീ ലീവ് ഇറ്റ് ഇൻ എ സച്ച് ഹൗസ് വാസ് പ്രൗഡ് ആൻഡ് ലവ്ഡ്. ഇവിടെ എന്താ പറയുന്നത്? ഏതോ ഒരാളോട് പറയുകയാണ് നമ്മുടെ കമലാദാസ്. എന്ന് വെച്ചാൽ അവരുടെ ഒരു ആത്മകഥമാണ്. പറയാണ്, ഞാൻ ഈ ഒരു ഹൗസിൽ എന്താണ് ജീവിച്ചിരുന്ന സമയത്ത് എനിക്ക് സ്നേഹം ഉണ്ടായിരുന്നു, ഐ ആം പ്രൗഡ് എന്ന് പറയാണ്. ഇനി രണ്ടാമത്തെ ലൈൻ നോക്ക്. ഷീസ് ബെഗിൻ ഫോർ ലവ്, a ലിറ്റിൽ ലവ് ഓർ ലവ് ഇൻ സ്മാൾ ക്വാണ്ടിറ്റി. ഞാനിപ്പോ എന്താണ് ഒരു ലവിന് വേണ്ടിയിട്ട് യാചിക്കുകയാണ്, കുറച്ചെങ്കിലും എനിക്ക് സ്നേഹം കിട്ടിയാൽ മതി എന്നാണ് ആര് ഉദ്ദേശിക്കുന്നത്? നമ്മുടെ കമലാദാസ് ഉദ്ദേശിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ആൻ ആം ഫുൾ ഓഫ് ഡാർക്ക്നെസ് ടു ലൈ ബിഹൈൻഡ് മൈ ബെഡ്റൂം ഡോർ ലൈക്ക് എ ബ്രൂഡിംഗ് ഡോഗ്. എന്താണ് ആ ഒരു ബെഡ്റൂം തുറന്ന് ആ വിൻഡോയിലൂടെ നോക്കി എന്ത് ചെയ്യാണ്? ഒരു ഡോഗിനെ പോലെ എന്താണ് പഴയ മെമ്മറീസ് റീകളക്ട് ചെയ്യാണ്. ഓക്കെ. ഇനി അടുത്ത വരുന്നത് ഷി റിമെമ്പർ ഹർ ചൈൽഡ്ഹുഡ് ഇൻ ഹർ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ് വെൻ ഷി വാസ് ലവ്ഡ് ഷി വാസ് ഡീപ് സെൻസ് ഓഫ് സോറോ ഇൻ ദ പ്രസന്റ് ബിക്കോസ് നോ വൺ ലവ്സ് ഹെർ നൗ. ഇവിടെ എന്താ പറയുന്നത്? അവര് ഈ ഒരു അവസരത്തിൽ ആ ഒരു ജനലൊക്കെ തുറന്ന് നോക്കിയപ്പോൾ അവരുടെ ഗ്രാൻഡ് മദർ ഹൗസിനെ പറ്റി, അവരുടെ ഒരു ചൈൽഡ്ഹുഡ് ഏജിനെ പറ്റി വീണ്ടും വീണ്ടും ആലോചിക്കുകയാണ്. അവർക്ക് എന്താണ് നല്ല രീതിയിൽ വിഷമം തോന്നുകയാണ് ചെയ്യുന്നത്. കാരണം ഈ ഒരു സമയത്ത് പ്രസന്റ് സിറ്റുവേഷനിൽ ഇപ്പം വലുതായപ്പോ എന്താണ് ആരും അവരെ സ്നേഹിക്കുന്നില്ല, എല്ലാവർക്കും എന്താണ് കപട സ്നേഹമാണ് ഉള്ളതെന്നാണ് ആര് പറയുന്നത്? നമ്മുടെ കമലാ സുരയ്യ പറയുന്നത്. അടുത്ത ലൈൻ നോക്ക്. ദാറ്റ് വിമൺ ഡൈഡ് മൈ ബ്ലഡ് ടേൺ കോൾഡ് ഫ്രോസൺ എയർ വൈൽഡ് ഡെസ്പെയർ ആം ഫുൾ ഓഫ് ഡാർക്ക്നെസ്. ഈ 4 ലൈനും എന്തിനെ പറ്റിയിട്ടാ പറയുന്നത്? സെൻസ് ഓഫ് എ ലോസ്, അവരുടെ മുത്തശ്ശിയെ നഷ്ടപ്പെട്ട വിഷമത്തെ കുറിച്ചിട്ടാണ് ഈ ഒരു 4 ലൈനും പറയുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ. സോ അതാണ് നമ്മുടെ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. അപ്പം ഞാൻ ആക്ടിവിറ്റീസ് ജസ്റ്റ് എന്താണ് അത് എന്തൊക്കെയാണ് നോട്ട് തരുന്നതെന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. നോട്ട് നിങ്ങൾക്ക് കിട്ടും. ഞാൻ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ഇട്ടേക്കാം. ആ ഗ്രൂപ്പിൽ നോട്ട് ഇടുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അത് വായിച്ചു നോക്കുമ്പോൾ ഇതൊക്കെയാണ് അതിന്റെ മീനിങ് എന്ന് മനസ്സിലാവണമെന്നല്ലോ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, സോ ആക്ടിവിറ്റിയും കൂടിയിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്നെന്ന് പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവോ ഈ ഒരു പോയമും ആക്ടിവിറ്റിയുടെ മീനിങ് ഒക്കെ പറഞ്ഞത്? ആക്ടിവിറ്റിയുടെ ആ ഒരു ഇത് നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ഇട്ട് തരാം. സോ അത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ മീനിങ്ങും കൂടെ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് സോ ഇപ്പൊ ഞാൻ എന്ത് ചെയ്തത് അതിനെ പറ്റിയിട്ട് ഡിസ്ക്രൈബ് ചെയ്ത് പറഞ്ഞത്. മനസ്സിലായോ? ഓക്കെ ആണോ? അല്ലാണ്ട് ഓക്കെ. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം കേട്ടോ. ഓക്കെ. എന്റെ നെയിം ജയലക്ഷ്മി എന്നാണ്. സോ ഞാൻ നിങ്ങളുടെ പുതിയ മിസ്സാണ്. ഇതില് റെക്കോർഡഡ് ഉണ്ടോന്നൊന്നും എനിക്ക് അറിയത്തില്ല. ഗ്രൂപ്പിൽ എന്തായാലും ഞാൻ നിങ്ങൾക്ക് നോട്ട്സ് ഇട്ട് തരാം കേട്ടോ. നോട്ട്സ് ഞാൻ ശ്രുതി മാമിന്റെ കൊടുത്തേക്കാമേ. അപ്പൊ മാം ഇട്ടോളും. ഓക്കെ. അപ്പൊ നിങ്ങൾക്കൊക്കെ ഓക്കെ അല്ലേ? ആടാ, നോട്ട് തന്നത് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. പേഴ്സണിഫിക്കേഷൻ എന്ന് പറയുന്നത് ഞാൻ കുറച്ചും കൂടി ഇലാബറേറ്റ് ആയിട്ട് എക്സാമ്പിൾ വെച്ചിട്ട് പേഴ്സണിഫിക്കേഷൻ എന്താണെന്ന് പറഞ്ഞുതരാം. ഒന്ന് വെയിറ്റ് ചെയ്യണേ. ഒരു എക്സാമ്പിൾ നോക്കട്ടെ. മൊത്തം ക്വസ്റ്റ്യൻസ് പഠിക്കണ്ടേന്ന് വെച്ചാൽ ചിലതൊക്കെ എന്തായാലും ഇതിൽ നിന്ന് മാത്രമല്ലല്ലോ ക്വസ്റ്റ്യൻസ് വരുന്നത്. ഈ ഒരു പോയം നല്ല രീതിയിൽ വെക്കാം. ഓക്കെ.
പോം നല്ല രീതിയിൽ പഠിക്കുമ്പം തന്നെ അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമുക്ക് എന്താണ് തന്നെ എഴുതാൻ പറ്റും. ഒരു കൊച്ചു പോം അല്ലേ, നമുക്ക് നമ്മുടെ റിയൽ ലൈഫ് എക്സ്പീരിയൻസുമായിട്ട് നല്ല രീതിയിൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പോയമാണിത്. അതുകൊണ്ട് തന്നെ എന്താണ് നിങ്ങൾക്ക് വലിയ പ്രശ്നം വരത്തില്ല ഇത് പഠിച്ച് ഇത് ചെയ്യുമ്പോൾ. വേർഡ്സ് മീനിങ് ഇടാടാ, അതിന്റെ കൂടെ തന്നെ ഉണ്ട്, ആ ടെക്സ്റ്റിന്റെ കൂടെ തന്നെ ഉണ്ട്, അത് ഇടാം. ഓക്കെ, പേഴ്സണിഫിക്കേഷൻ എന്ന് വെച്ചാല് ചോദിച്ചവർക്ക് വേണ്ടിയിട്ട് പറയുകയാണെ, മനസ്സിലായവര് എന്തായാലും ഒന്നും കൂടെ കേട്ടോ. നമ്മുടെ ഒരു ഹ്യൂമൻ ക്യാരക്ടറിസ്റ്റിക്സ് നോൺ ഹ്യൂമന് കൊടുക്കുന്നതിനെയാണ് നമ്മൾ പേഴ്സണിഫിക്കേഷൻ എന്ന് പറയുന്നത്. എന്ന് വെച്ചാല് ഇപ്പം നോൺ ഹ്യൂമൻ അല്ലെങ്കിൽ നോൺ ലിവിങ് തിങ്സ് നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു വിൻഡോയുടെ കൂടെ ഒരു വിൻഡോ എന്ന് പറഞ്ഞ രീതിയിൽ എന്തുമായിട്ടാണ്, ബ്ലൈൻഡ് ഐസുമായിട്ടാണ് കമ്പയർ ചെയ്തത്. ബ്ലൈൻഡ് ഐസ് ഉള്ളത് ആർക്കാണ്? ലിവിങ് തിങ്സിനാണ് എന്തുള്ളത്? കണ്ണുകളുള്ളത്. അല്ലെങ്കിൽ നമ്മുടെ ആനിമൽസിനും ഹ്യൂമൻസും ആ ഒരു സ്പീഷീസിനാണ് കണ്ണുകളുള്ളത്. ഓക്കെ, അപ്പം ഒരിക്കലും ഒരു നോൺ ലിവിങ് തിങ്സിന് എന്ത് കാണാൻ പറ്റില്ല. പക്ഷെ ഇവര് പറയുന്നത് എന്താണ്? വിൻഡോസിന്റെ ബ്ലൈൻഡ് ഐസ് എന്നാണ് ഈ ഒരു പോമിൽ ഉദ്ദേശിക്കുന്നത്. അതാണ് പേഴ്സണിഫിക്കേഷൻ. ഇപ്പൊ നമ്മള് ഒരു നോൺ ലിവിന്റെ ഒരു ലിവിങ് തിങ്ങിന്റെ അല്ലെങ്കിൽ എന്താണ് ഒരു ഹ്യൂമൻ അല്ലെങ്കിൽ ഒരു ആനിമിനേറ്റ് ഒബ്ജക്റ്റിന്റെ ഏതെങ്കിലും ഒരു ക്യാരക്ടറിസ്റ്റിക്സ് നോൺ ആനിമിനേറ്റ് ഒബ്ജക്റ്റുമായിട്ട് കമ്പയർ ചെയ്യുന്നതിനെയാണ് നമ്മൾ പേഴ്സണിഫിക്കേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? ചോദിച്ചൊക്കെ മനസ്സിലായോ? അല്ലെങ്കിൽ കേട്ടിരുന്ന എല്ലാവർക്കും ഇപ്പൊ ഓക്കെ ആയോ? ഓക്കെ, ഒന്നുകൂടെ പറഞ്ഞുതരാം, ആരോ ഇല്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഇപ്പം നമുക്കിപ്പം ഇന്നാമിനേറ്റ് ഒബ്ജക്റ്റുകൾ ഉണ്ടല്ലോ, ഇപ്പം ആനിമിനേറ്റ് ഒബ്ജക്റ്റും ഉണ്ട് ഇന്നാമിനേറ്റ് ഒബ്ജക്റ്റും ഉണ്ട്. നമ്മൾ ഹ്യൂമൻസും ആനിമൽസും ഒക്കെ ഏതിലാണ് വരുന്നത്? ആനിമിനേറ്റ് ഒബ്ജക്ട്സിലാണ്, ഇന്നാമിനേറ്റ് ഒബ്ജക്റ്റിലല്ല. ആനിമിനേറ്റ് ഒബ്ജക്റ്റിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഇന്നാമിനേറ്റ് ഒബ്ജക്റ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ പേഴ്സണിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ ഇതിനകത്ത് ബ്ലൈൻഡ് ഐസ് ഓഫ് വിൻഡോസ് എന്നാണ് കൊടുത്തേക്കുന്നത്. ഐസ് എപ്പോഴും ഉള്ളത് ആർക്കാണ്? ആനിമിനേറ്റ് ഒബ്ജക്റ്റിനാണ്. ഹ്യൂമൻസിനും ആനിമൽസിനും ഒക്കെ കണ്ണുള്ളൂ. വിൻഡോയ്ക്ക് കണ്ണുണ്ടോ? വിൻഡോ എന്താണ്? ഒരു നോൺ ലിവിങ് തിങ് ആണ് അല്ലെ, ഒരു ഇനാമിനേറ്റ് ഒബ്ജക്റ്റ് ആണ്, അതിന് ജീവനില്ല. ഓക്കെ, അങ്ങനെ ജീവനില്ലാത്തൊരു വസ്തുവാണ്. സോ അതുകൊണ്ടാണ് ഇവിടെ എന്ത് പറയുന്നത്? ആനിമിനേറ്റ് ഒബ്ജക്റ്റിനെ ഇനാമിനേറ്റ് ഒബ്ജക്റ്റിനെ കമ്പയർ ചെയ്തത് കൊണ്ടാണ് ബ്ലൈൻഡ് ഐസ് ഓഫ് എ വിൻഡോ എന്ന് പറയുന്നത് പേഴ്സണിഫിക്കേഷൻ ആണെന്ന് പറഞ്ഞത്. ഓക്കെ, മനസ്സിലായോ? വൺ മോർ പ്ലീസ്, ചോദിച്ച ആൾക്ക് മനസ്സിലായോ? ഓക്കെ, പേഴ്സണിഫിക്കേഷൻ എന്താണെന്നും കൂടി ആ നോട്ടിൽ ഞാൻ ഇട്ടേക്കാമേ, അപ്പൊ നിങ്ങൾക്ക് കുഴപ്പം കാണത്തില്ലല്ലോ. ഓക്കെ, അപ്പൊ നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇതാണ്. സോ നമ്മൾ മൈ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ് ബൈ കമലാദാസ് ആണ് പഠിച്ചത്. അപ്പൊ അതിലെ ആക്ടിവിറ്റീസും കൂടാണ് ഞാൻ നേരത്തെ പറഞ്ഞ നോട്ട് ഇട്ടേക്കാം. സോ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഇല്ലെന്നാണ് പറഞ്ഞത്. സോ എന്നിരുന്നാൽ പോലും നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോഴത്തേക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാം കേട്ടോ. അതിന് മടിക്കൊന്നും വേണ്ട, ഡൗട്ട് ചോദിച്ചാൽ പറഞ്ഞുതരാമേ. ഓക്കെ, താങ്ക് യു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ക്ലാസ്? ചോദിക്കാൻ മറന്നുപോയി, ഇഷ്ടപ്പെട്ടോ? ആരെങ്കിലും ഒരാളെങ്കിലും കമന്റ് പറ. നോട്ട്സ് എങ്ങനെയാന്ന് മാം പറയും കേട്ടോ. എന്തായാലും ഞാൻ മാമിന്റെ എന്റെ നോട്ട്സ് ഞാൻ അയച്ചു കൊടുക്കാം, ബാക്കി മാം പറയുവേ. ഓക്കെ, ഓക്കെ, താങ്ക് യു. ലെഫ്റ്റ് ആയിക്കോട്ടോ എല്ലാരും.